ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് വിംബിൾ അക്കാഡമി റെമഡിയേറ്റേഴ്സ് ക്ലബിൻ്റെ ഭാഗമായിട്ട് നടത്തി വരുന്ന പാരൻറ്റിംഗ് വെബിനാർ സീരീസിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കുന്നത് കൗൺസിലറും തെറാപ്പിസ്റ്റും റെമഡിയൽ ട്രെയിനറും ടീച്ചറും യോഗ ട്രെയിനറും ഒക്കെ ആയിട്ടുള്ള മിസ്സി വിനീഷ് മാം ആണ്. നമ്മുടെ ടോപ്പിക്ക് വരുന്നത് സപ്പോർട്ടിംഗ് ചിൽഡ്രൻ സോഷ്യൽ ക്രൈസിസ് ആങ്സൈറ്റി ടു സ്റ്റെബിലിറ്റി എന്ന ടോപ്പിക്കുമായിട്ടാണ് ഇന്നത്തെ ഒരു സെഷൻ വരുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ് ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മിസ്സി മാമിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. മാം. Thank you, Shijla ma'am. Thank you. Good afternoon, everyone. Actually, first of all, I would like to thank Wimple and all Faisal sir and all the Wimple team for this opportunity. And പറഞ്ഞതുപോലെ എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എന്നെക്കുറിച്ച് ഓൾറെഡി പറഞ്ഞല്ലോ മാം. ഞാൻ അബുദാബിയിലാണ് താമസിക്കുന്നത്. സോ ആക്ച്വലി ഷിജില മാം എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു വെബിനാറിൻ്റെ കാര്യം പറഞ്ഞ സമയത്ത് LD കുറിച്ചോ ലേണിംഗ് കഴിഞ്ഞ തവണ കുറച്ച് ക്ലാസ്സുകളായിട്ട് നമ്മൾ അടുപ്പിച്ച് കേൾക്കുന്നുണ്ടല്ലോ, ലേണിംഗ് ഡിസോർഡർ മാനേജ്മെന്റോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കണം എന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷെ അൺഎക്സ്പെക്റ്റഡ്ലി ആണ് അതിൻ്റെ ഇടയിൽ ഇറാൻ ഇസ്രായേൽ വാറും അത് റിലേറ്റഡ് ആയിട്ട് UAE ഉണ്ടാകുന്ന കുറച്ച് മിസൈൽ അറ്റാക്സും കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു തോട്ട് സ്ട്രൈക്ക് ചെയ്തത്. അപ്പം ഞാൻ ഇന്നലെ ഷെജലാമിൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചപ്പോഴും പുള്ളിക്കാരത്തി അത് ഓക്കെ പറഞ്ഞു. സോ താങ്ക് യു. അപ്പം ഞാൻ എങ്ങനെയാണ് ഈ ടോപ്പിക്കിലേക്ക് വന്നതെന്നൊക്കെ പിന്നെ പറയാം. അപ്പം ഇന്ന് നമ്മളുടെ ടോപ്പിക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും മെയിനായിട്ട് ഉണ്ടാകുന്ന വെച്ചാൽ, അതായത് കുട്ടികളിലെ ആങ്സൈറ്റി എന്നുള്ളതിനൊക്കെ കൂടുതൽ കുട്ടികൾ അൺസർട്ടൺ ആയിട്ടുള്ള ഏതൊരു സിറ്റുവേഷനിലും ഒരു ക്രൈസിസിൽ എങ്ങനെയെന്നുള്ളതിനേക്കാൾ അൺസർട്ടൺ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ എങ്ങനെ അവർക്ക് കുറച്ചും കൂടെ നമുക്ക് മോറൽ സപ്പോർട്ട് കൊടുക്കാം, എങ്ങനെ അവരെ അതിലെ കൂടെ ഗെറ്റ് ത്രൂ ചെയ്യാൻ സഹായിക്കാം എന്നുള്ള രീതിയിലാണ്. എനിക്കറിയില്ല എത്ര പേര് UAE ഉണ്ട് അല്ലെങ്കിൽ പുറത്തുള്ള GCC കൺട്രീസിൽ ഇപ്പോൾ വാർ അങ്ങനെയുള്ള ഫേസ് ചെയ്യുന്നുള്ള എത്ര പേരുണ്ടെന്ന് അറിയില്ല. ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ നല്ലതായിരുന്നു. ഓക്കെ, താങ്ക് യു. അപ്പോൾ അവർക്കൊക്കെ കുറച്ചും കൂടെ ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നാട്ടിൽ നിന്ന് കേൾക്കുന്ന എല്ലാവർക്കും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ക്രൈസിസ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മളുടെ ലൈഫിൽ അൺഎക്സ്പെക്റ്റഡ്ലി, ക്രൈസിസ് എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടോ? ലൈക്ക് അതിപ്പോൾ എന്ത് തന്നെ ആണെങ്കിലും ഒരു അൺഎക്സ്പെക്റ്റഡ് ലോസ് അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് അങ്ങനെ എന്തെങ്കിലും ഒരു ട്രോമ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മളുടെ മുമ്പുള്ള എക്സ്പീരിയൻസുകളിൽ നിന്ന് നമുക്ക് അതിനേക്കാളും ഉപരി ആയിട്ട് നമ്മളെ ഹിറ്റ് ചെയ്യുന്ന എന്തൊരു തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസിനെ നമ്മൾ ക്രൈസിസ് എന്നാണ് പറയുന്നത്. അതായത് എന്ത് ചെയ്യണം അല്ലെങ്കിൽ ഡിസിഷൻ എന്ത് എടുക്കണം എന്ന് അറിയാൻ പറ്റാത്ത ഒരവസ്ഥയിലുള്ള ഒരു സിറ്റുവേഷനാണ് നമ്മൾ ക്രൈസിസ് എന്ന് അഡ്രസ് ചെയ്യുന്നത്. സോ അതിനോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് കാര്യം. എല്ലാ ആൾക്കാരും ഒരേപോലെ പ്രതികരിക്കാൻ കഴിയില്ല. എല്ലാവരും വ്യത്യസ്ത രീതിയിലായിരിക്കും പ്രതികരിക്കുക. അതിലൊരു ശരി തെറ്റ് എന്നിങ്ങനെ ഇല്ല. എങ്ങനെ ബെറ്റർ ആയിട്ട് അവരുടേതായ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് പ്രതികരിക്കാം എന്നുള്ളതാണ് കാര്യം. അപ്പൊ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തോട്ടെ. ഓക്കെ മാം, ചെയ്തോളൂ. കേൾക്കാമുണ്ടോ സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ? കേൾക്കാം. ഇപ്പോ പോയത് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാനത് കാണുന്നില്ലെന്ന് വിചാരിച്ചു. ഓക്കെ, ഒന്ന് പറഞ്ഞേക്കണേ. വന്നിട്ടില്ല, സ്ക്രീനിൽ വന്നിട്ടില്ല. ഓക്കെ ആണ്. അല്ല, ഇപ്പൊ പോയി, വന്നിട്ട് പോയിട്ടുണ്ട്. ഒറ്റ സെക്കൻഡ്, എക്സ്ക്യൂസ് മീ. ഞാൻ ഫുൾ സ്ക്രീൻ ഷെയർ ഇരിക്കും നല്ലത് തോന്നുന്നു.
ഇപ്പൊ ഓക്കെ ആണ്. ഇപ്പൊ ഓക്കെ ആണ്. സ്ക്രീൻ ഓക്കെ ആണ്. മാം മ്യൂട്ടാണ്. എനിക്ക് തോന്നുന്നു സ്ക്രീൻ ഷെയർ ചെയ്യുന്ന സമയത്ത് ഓഡിയോ മ്യൂട്ട് ആവുന്നുണ്ടെന്ന്. അതെ അതെ, അൺമ്യൂട്ട് ആവുമ്പോ സ്ക്രീൻ പോകുന്നുണ്ട്. ഒരൊറ്റ സെക്കൻഡ്, ഞാൻ വേറൊരു ഡിവൈസിൽ നിന്ന് വോയിസ് കണക്ട് ചെയ്ത് ഓക്കെ ആണോ എന്ന് പറയണേ. ഓക്കെ. ഇപ്പൊ കാണാമോ? ഇപ്പൊ കാണാം. വരുന്നുണ്ടേ. ഇപ്പോഴും എക്കോ ഉണ്ടോ? മാം സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോ നമ്മളിവിടെ പറഞ്ഞു വന്നത് എന്താ വെച്ചാല് ഇപ്പൊ കേൾക്കാമോ? ഹലോ, കേൾക്കാമോ? എക്കോ വരുന്നുണ്ട് മാം. വേറെ ഏതെങ്കിലും ഓപ്പൺ ആണോ? രണ്ട് സിസ്റ്റം അങ്ങനെ ഓപ്പൺ ആണോ? ഫോണോ? എനിക്ക് തോന്നുന്നു ഞാൻ സ്ക്രീൻ ചെയ്യുന്ന സമയത്ത് മാം ഒന്ന് ഷെയർ ചെയ്യാമോ? ഞാൻ ആ ഫയൽ ഷെയർ ചെയ്യാം, അപ്പൊ ഞാൻ സംസാരിക്കാം. ഇസ് ദാറ്റ് ഓക്കെ? ഓക്കെ, ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. In progress. കേൾക്കാമോ? എക്കോ ഉണ്ടോ? ഹലോ, ഇപ്പൊ കേൾക്കാം. കാണാനും പറ്റുന്നുണ്ടല്ലോ. ഉണ്ട്. ഓക്കെ. അപ്പം ക്രൈസിസ് എന്ന് പറയുമ്പോ എങ്ങനെ റിലേറ്റ് ചെയ്യാന്നുള്ളത് എനിക്ക് എക്കോ വെക്കുന്നു. I don't know why. നിങ്ങൾക്ക് പ്രശ്നമില്ലെങ്കിൽ ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ? ചെയ്തോളൂ മാം. ഓക്കെ. അപ്പൊ ഇനി ഞാനൊരു കാര്യം ചോദിക്കാം, പറ്റാവുന്നവരൊന്ന് റിപ്ലൈ ചെയ്യും. അതായത് റീസെന്റ് നിങ്ങൾ കേട്ട ഏതൊരു ശബ്ദമാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ പേടിപ്പിച്ചിട്ടുണ്ടാവുക? അല്ലെങ്കിൽ ഒരു പൊട്ടലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഞെട്ടലോ ഉണ്ടായിട്ട് ഇപ്പൊ റീസെന്റ് എത്ര ദിവസത്തിന്റെ ഉള്ളിലായിരിക്കും നിങ്ങൾ റീസെന്റ് ഒരു പേടി കാര്യമായിട്ട് അയ്യോ ഞാൻ പേടിച്ചു ഒരു ട്രംബ്ലിംഗ് ഫീൽ കിട്ടിയിട്ട് എത്ര ദിവസമായി കാണും എന്നുള്ളതൊന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും?
ഓക്കെ. ഓക്കെ. ഇപ്പോ ഇവിടുന്ന് റിപ്ലൈ ചെയ്യുന്നുണ്ട്. അതായത് ഇന്നലെ കേട്ട അതായത് ഇവിടെ അതായത് ഇവിടെ മിസ് അറ്റാക്സ് വരുന്ന വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ഉണ്ടാകുന്ന അതായത് അതായത് ഇവിടേക്ക് ഇവിടേക്ക് ഇവിടുത്തെ ഇവിടുത്തെ ഡിഫൻസ് ഡിഫൻസ് സിസ്റ്റം സിസ്റ്റം ഇന്റർസെപ്റ്റ് ചെയ്യുന്ന ഇന്റർസെപ്റ്റ് ചെയ്യുന്ന സമയത്ത് സമയത്ത് ഒരു ഒരു വലിയ ബൂം ബൂം സൗണ്ട് സൗണ്ട് ആയിട്ടോ അല്ലെങ്കിൽ ഒരു എന്താ പറയാ പൊട്ടലായിട്ടോ ഒക്കെ വലിയൊരു പടക്കം പൊട്ടുന്ന രീതിയിലൊക്കെ നമുക്ക് ഒരു ട്രെംബിളിങ് ഫീലോട് കൂടിയിട്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമ്മളൊന്ന് റേറ്റ് ചെയ്ത് നോക്കൂ. എത്ര ദിവസം മുമ്പത്തെ കാര്യമാണെങ്കിലും അത് ആ സമയത്ത് നമ്മളുടെ ബോഡിയിൽ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ഒക്കെ ഫീലിങ്സ് ഓർമ്മിക്കാൻ പറ്റുന്നുണ്ടോ? അതായത് ചിലപ്പോ നമുക്ക് നെർവസ്നെസ് തോന്നാം, ഒരു നമ്പനെസ്, ഒരു എന്താ പറയാ ഒരു വിറയലുണ്ടായിരിക്കാം, ഒരു മൊത്തത്തിലൊരു സ്റ്റക്കായ ഫീലിംഗ്, അല്ലെങ്കിൽ ചിലപ്പോ എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരു പാനിക് സിറ്റുവേഷൻ, ഓടണോ എന്നുള്ളത്. അങ്ങനെ എന്താണ് നമ്മൾ ബോഡി സെൻസ് ചെയ്തതെന്ന് ഓർമ്മിക്കാൻ പറ്റുന്നത്? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാമോ? ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്കത് മൊത്തത്തിലൊരു സ്ട്രെസ് ഫീൽ ചെയ്യുന്നുണ്ടല്ലേ? ആ സമയത്ത് നമ്മളൊന്ന് ആലോചിച്ചു, അതേപോലെ ഒരു സംഭവം നമ്മളുടെ മക്കള് എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് എങ്ങനെയാണ്? ഹലോ, എക്കോ വരുന്ന എല്ലാവർക്കും അങ്ങനെയാണോ? ഉണ്ടല്ലേ, എക്കോ വരുന്നുണ്ട്. ഹലോ മാം. യെസ്, എനിക്ക് തോന്നുന്നു ഞാനത് സ്ക്രീൻ ഷെയർ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഓഡിയോ പോകുന്നുണ്ട്. അതിനെന്താ സൊല്യൂഷൻ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന്. മാം ഒരു സിസ്റ്റം ആണോ യൂസ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഫോണും രണ്ടും ഉണ്ടോ? ഇപ്പൊ കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം. യെസ് മാം. Recording in progress. രണ്ട് ഡിവൈസ് ഉണ്ടെങ്കിലേ ഒന്ന് ഫുള്ളായിട്ട് ഒന്ന് സൗണ്ട് ഫുൾ വോളിയം കുറച്ചിട്ടിട്ട് ഒന്ന് ഓൺ ആക്കി നോക്കും. സോറി, എനിക്കൊരു 2 മിനിറ്റ് തരൂ കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ഡിവൈസിന്റെ എന്തൊരു കുഴപ്പമാണെന്ന്. ഞാൻ ഒരു ഇത് തന്നെയാണ് സൗണ്ട് വെച്ചിട്ടുള്ളൂ, പക്ഷെ എക്കോ കേൾക്കുന്നുണ്ട്.
Hello, ma'am. Recording in progress. ക്ഷമിക്കണം. ഇപ്പൊ ഓക്കെ ആണോ? ഓക്കെ ആണ്. ഓക്കെ, ഞാൻ ഇതില്ലാതെ പറയാൻ ശ്രമിക്കാം. അല്ല, ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്താ വെച്ചാല്, നമ്മൾക്ക് അത്രയും ട്രെംബ്ലിംഗ് ആയിട്ടുണ്ടാവുന്ന കാര്യങ്ങൾ കുഞ്ഞുങ്ങളിൽ എത്രമാത്രം എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് ഒരു 1 to 10 സ്കെയിൽ ആലോചിച്ച് നമുക്കൊരു 1 to 5 ഫിയർ ഉള്ളത് തന്നെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് വളരെയധികം, അതായത് ഒരു 1 to 10 സ്കെയിൽ നോക്കുകയാണെങ്കിൽ 10 out of 10 കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ അവർ ടെൻസ്ഡ് ആയിരിക്കാനുള്ള സാധ്യതകളുണ്ട് അല്ലേ? അപ്പൊ എങ്ങനെയാണ് ഈ ഒരു സ്ട്രെസ് ഓരോരുത്തർക്കും ഓരോ തരത്തിൽ എന്ന് പറയുന്നതിന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രെയിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് അറിയണം. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ബ്രെയിനിന്റെ ഓരോ പാർട്ടിനും നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ഓരോ കാര്യങ്ങളുണ്ട്. അതായത് ചില പാട്ടായിരിക്കും നമുക്ക് വായിക്കാൻ, ചിലത് നമുക്ക് എഴുതാൻ സഹായിക്കുന്നത്, ചിലത് കേൾക്കാൻ. അങ്ങനെ ഓരോ പാട്ടിനും ഓരോ ജോലിയാണ്. ചിലതിനെ ഓർമ്മിക്കാനായിരിക്കും. അങ്ങനെ ഓരോ പാട്ടിനും. അപ്പൊ ഈ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ മെയിൻ ആയിട്ടും എപ്പോഴും കേൾക്കുന്ന ഒരു 3 പാട്ടിന്റെ പേരാണ്. ഒറ്റ സെക്കൻഡേ, എനിക്കിപ്പോ തോന്നുന്നു ഇത് ഓക്കെ ആയെന്ന്. ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? കാണാം.
കാണാം ആ ടീച്ചർ, കാണാം. കേൾക്കാനും ഉണ്ടല്ലേ? ആ കണ്ടിന്യൂ ചെയ്തു. ആ ഓക്കെ. അപ്പോ നമുക്ക് കാണുന്ന അല്ലെ, ബ്രെയിനിന്റെ ഒരു 3 പാർട്ടിനെ നമ്മൾ കാണുവാണെങ്കിൽ എങ്ങനെ ആയിട്ടാണ്? പ്രീഫ്രണ്ടൽ കോർട്ടക്സ് ഉണ്ട്. ഇതാണ് നമ്മളെ വീട്ടിലത്തെ കാർണവർ എന്ന് പറയും. അപ്പോൾ ഫുൾ സ്ക്രീൻ അല്ലേ കാണുന്നത്? ഹലോ. അതെ അതെ. ആ ഓക്കെ. ആ കാർണവർ എന്ന് പറയുന്നത് മൂപ്പരാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ പഠിച്ച് ഇവാലുവേറ്റ് ചെയ്ത് ഡിസിഷൻസ് എല്ലാം എടുക്കുന്നത്. അതുപോലെ ഇതാണ് അമിഗ്ഡാല. മൂപ്പരുടെ ജോലി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അലാംസ്, ഇപ്പൊ പണ്ടൊക്കെ നമ്മൾ കാട്ടിൽ താമസിക്കുന്ന കാലത്ത് ടൈഗറൊക്കെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന സമയത്ത് അയ്യോ ഇവിടെ ഒരു ത്രെറ്റ് ഉണ്ട് എന്ന് നമ്മളോട് അലാം ചെയ്യുന്നതായിരുന്നു പുള്ളിക്കാരന്റെ ജോലി. അപ്പൊ പുള്ളിക്കാരനാണ് നമ്മളുടെ ത്രെറ്റ് ഡിറ്റക്ടർ ആയിട്ടോ ഉള്ളത്. ഇനി ഹിപ്പോകാമ്പസ് എന്ന് പറയുന്ന ഈ ഒരു ചെറിയ പാർട്ടിന്റെ ജോലി എന്താണെന്ന് വെച്ചാല് അങ്ങനെയുള്ള പല അനുഭവങ്ങളിൽ നിന്നുമുള്ള പാഠങ്ങളൊക്കെ ശേഖരിച്ച് ലൈബ്രറിയറിന്റെ പണിയാണ്. അങ്ങനെ ഫയലായിട്ട് ഇന്ന സമയത്ത് ഇന്ന ഇൻസിഡന്റ് ഇത് ബുദ്ധിമുട്ടുള്ളതായിരുന്നു അല്ലെങ്കിൽ ഇത് നല്ലതായിരുന്നു, ഐ എം ഹാപ്പി എന്നുള്ളതൊക്കെ ഫയൽ ചെയ്ത് ലേബൽ ചെയ്ത് സൂക്ഷിക്കലാണ് ഹിപ്പോകാമ്പസിന്റെ വഴി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മളുടെ ബ്രെയിനും വർക്ക് ചെയ്യുന്നത് നമുക്കൊക്കെ അറിയാം. അതായത് നമ്മുടെ സെൻസസിലൂടെയാണ് പല കാര്യങ്ങളും, ചെവി, കണ്ണ്, മൂക്ക്, അങ്ങനെ നമ്മൾ കേൾക്കുന്നതും കാണുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ബ്രെയിനിലേക്ക് എത്തുകയും അവിടെ എല്ലാവരും കൂടെ ഒന്നിച്ച് വർക്ക് ചെയ്യുകയും പലതരത്തിലുള്ള ഔട്ട്പുട്ടുകൾ ആവശ്യമായ സമയങ്ങളിൽ തരുകയും ചെയ്യുന്നതാണ്. നമ്മൾ ചോദിക്കുന്ന ഫയലുകൾ ചോദിക്കുന്ന സമയത്ത് തരുകയും ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടറിന്റെ ജോലിയാണ് ആക്ച്വലി നമ്മളുടെ ബ്രെയിൻ ഉള്ളത്. സോ പക്ഷെ ത്രെട്ട് വരുന്ന സമയങ്ങളിൽ എന്ത് പറ്റുമെന്ന് വെച്ചാല് ഈ കമ്പ്യൂട്ടറിൽ വൈറസ് കയറുന്ന കണക്ക് തന്നെ ഒരു സർവൈവൽ മോഡിലോട്ട് പോവുകയാണ്. നോർമൽ വർക്കിംഗ് ഒക്കെ നിന്ന് അതൊരു ഓഫ്ലൈൻ മോഡിലേക്ക് പോവാണ്. ആ സമയത്ത് അമിഗ്ഡാല ഭയങ്കരമായിട്ട് ഓവർ റിയാക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും? അതങ്ങ് വിളിച്ചു പറയുന്നു, അയ്യോ ത്രെട്ട് വരുന്നേ, പുലി വരുന്നേ എന്ന് പറയുന്ന പോലെ നമ്മളടുത്ത് പറയാനോ അയ്യോ ഇത് നിനക്ക് അപകടമാണ് എന്ന് പറയും. അപ്പോൾ നമ്മളുടെ കാർന്നൂര് അത് തന്നെ അനലൈസ് ചെയ്യാനും പഠിക്കാനും ഒന്നും നിൽക്കില്ല. അത് ത്രെട്ട് തന്നെയാന്ന് അങ്ങനെ തീരുമാനിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലൂടെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് ഹിപ്പോകാമ്പസ് അതിനെ സ്റ്റോർ ചെയ്യുന്നത് ഒരു ത്രെട്ടായിട്ടായിരിക്കും. അപ്പൊ നമ്മൾ ആ സിറ്റുവേഷൻ അനുസരിച്ചാണ് നമ്മൾ എങ്ങനെ ത്രെട്ടിനെ പെർസീവ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പൊ നമ്മൾ ഇരിക്കുന്നത് വളരെ കാം ആൻഡ് ക്വയറ്റ്. ഇപ്പൊ ഒരു വെക്കേഷൻ മോഡില് ഒരു തണ്ടർ, ഒരു ഇടിമുഴക്കത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ ഹായ് മഴ വരാൻ പോകുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് അതിനെടുക്കുന്നത്. അപ്പൊ ഹിപ്പോകാമ്പസ് പറയുന്നത് ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഗുഡ്, സേഫ് എന്നുള്ള രീതിയിൽ അത് സേവ് ചെയ്ത് വെക്കുന്നു. പക്ഷേ ആ സമയത്ത് നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ട് ഇരിക്കുന്ന സമയത്ത്, നമുക്ക് ഭയങ്കര അത്യാവശ്യങ്ങളുള്ള സമയത്താണ് ഇങ്ങനെ വരുന്നതെങ്കിൽ നമുക്ക് ആ ശബ്ദം കേൾക്കുമ്പോൾ, നമുക്ക് ഇടിമുഴക്കത്തിനോ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് ചെറിയൊരു കല്ല് വീണ സൗണ്ട് കേട്ടാലേ നമുക്ക് തോന്നുന്നത് അയ്യോ മിസൈൽ വന്ന് തലേ വീണോ എന്നുള്ള രീതിയിലാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ബ്രെയിനിന്റെ ഈ മെക്കാനിസം നമ്മൾ അറിയുമ്പോഴാണ് എങ്ങനെയാണ് അമിഗ്ഡാലയെ നമുക്ക് വരുതിയിൽ വരുത്താൻ പറ്റുക, അല്ലെങ്കിൽ ത്രെട്ട് അല്ല ശരിയുള്ളതാണോ അല്ല എന്നുള്ളത് നമ്മൾ ആ ഒരു സറൗണ്ടിങ് ക്ലിയർ ആക്കി വെക്കുമ്പോഴാണ്, വൈറസ് ഇല്ലാണ്ട് നമ്മളൊരു റെഗുലർ മെയിൻ്റനൻസ് കൊടുത്ത് കമ്പ്യൂട്ടറിനെ കൊണ്ടു നടക്കുമ്പോഴാണ് നമുക്ക് പ്രോപ്പർ വർക്കിംഗ് തരുന്നത്. അതേപോലെ തന്നെയാണ് നമ്മളുടെ ബ്രെയിനിന്റെയും കാര്യം. പക്ഷെ നമ്മൾ ആങ്സൈറ്റി വരുന്ന സമയത്ത് ഓരോ രീതിയിലാണ് ഓരോരുത്തർ ഇത് പ്രകടിപ്പിക്കുന്നത്. ചെറിയ കുട്ടികളിൽ ചിലപ്പോൾ നമ്മൾ പറയുന്നത് കേട്ടിട്ടില്ല വീട്ടില്, അല്ലെങ്കിൽ അത് അവിടെ ഇരുന്ന് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ചെയ്യുന്ന കുട്ടിയാണ്. പക്ഷെ ചിലപ്പോ അമ്മേനെ കണ്ടു കഴിഞ്ഞാൽ അത് അതിന്റെ സാരിത്തുമ്പിൽ തന്നെ പിന്നെ ഞാൻ തന്നെ എടുത്തുകൊണ്ട് നടക്കണം എന്നുള്ള രീതിയിൽ ഒരു ക്ലിങ്ങിനെസ്. അപ്പൊ കുട്ടികൾക്ക് ആങ്സൈറ്റി എന്ന് പറയുന്നത് നമ്മളെ പോലെ അയ്യോ എനിക്ക് ടെൻഷൻ ആവുന്നു എന്ന് പറയാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അവരെന്ത് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കാണുന്ന ഒരു മെക്കാനിസം ആണ് അവർക്ക് കംഫർട്ടിങ് ആയിട്ടുള്ള കാര്യങ്ങൾ, അവർക്ക് റീഅഷുറൻസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവർ തന്നെ കണ്ടെത്തുക എന്നുള്ളത്. അപ്പൊ അവരെന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇരുട്ടിൽ ഇരിക്കാൻ പേടിയായിരിക്കും. അപ്പൊ കിടത്തി ഉറക്കി നമ്മളൊന്ന് അങ്ങ് നീങ്ങുമ്പോഴേക്കും ബാത്റൂമിന്റെ ഫ്രണ്ടിൽ ആൾ വന്ന് നിൽക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ ഓരോ ഏജിനനുസരിച്ച് നമ്മൾ ഓരോ രീതിയിലാണ്. ഇപ്പൊ 7 to 8 years എന്നൊക്കെ 10 years എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഭയങ്കര, ഇപ്പൊ ഈ വാറിന്റെ ഇതിൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ മിസൈൽ അറ്റാക്സ് വരുമ്പോൾ ഭയങ്കര പൊട്ടൽ ശബ്ദങ്ങളൊക്കെ നമുക്ക് കേൾക്കുന്നുണ്ട്.
അതേപോലെ തന്നെയാണ് ഇപ്പൊ ഈ വയനാട്ടിൽ ഫ്ലഡ് വന്നപ്പോഴും കോവിഡ് വന്നപ്പോഴും ഒക്കെ നമ്മൾ ഇതുപോലെ പല സിറ്റുവേഷൻസ് നമുക്ക് റീസെന്റ് നടന്നുകൊണ്ട് തന്നെ പ്രോമിനന്റ് ആയിട്ട് എങ്ങനെ ആയിരുന്നു നമ്മൾ കടന്നു പോയിക്കൊണ്ടിരുന്നത് എന്നുള്ളത് നമ്മളെ ഓർമ്മയിൽ തന്നെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ എന്താ വെച്ചാൽ അവർക്ക് ഭയങ്കര ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നമ്മളെ വീട്ടിൽ വരുമോ, നമ്മളുടെ വീട് പോവോ, അല്ലെങ്കിൽ അങ്ങനെ പല പല ക്വസ്റ്റ്യൻസ് ആയിരിക്കും. എങ്ങനെയാ അത് ഉണ്ടാവുന്നത്, ആരാ അത് ഇടുന്നത്, എന്തിനാ ഇട്ടത്, അങ്ങനെ പല കാര്യങ്ങളും. അവർക്ക് എന്തെങ്കിലും സംഭവിക്കോ അല്ലെങ്കിൽ അവരുടെ സേഫ്റ്റി ബാധിക്കോ എന്നുള്ളതാണ് അവരുടെ മെയിനായിട്ട് കൺസേൺ. പക്ഷെ അവർക്ക് ആ രീതിയിൽ ചോദിക്കുന്നതിന് അപ്പൊ അവരിതൊക്കെ പഠിക്കുക. നമ്മൾ വിചാരിക്കും കുട്ടി പെട്ടെന്ന് ഭയങ്കര അന്വേഷണ കുതുകയായല്ലോ, എന്താ നല്ല കാര്യം. പക്ഷെ ആക്ച്വലി അത് അവരുടെ ഒരു ഫിയർ റെസ്പോൺസ് ആയിരിക്കാം. അതുപോലെ വലിയ കുട്ടികളാണെങ്കിൽ അപ്പൊ നമുക്ക് എപ്പോഴും ആങ്സൈറ്റി എന്ന് വെച്ചാൽ എപ്പോഴും ദേഷ്യമോ ഔട്ട് ബേസ്റ്റോ ആയിരിക്കുന്നത്. ചില കുട്ടികൾ അതിനെ ഇന്റേണലൈസ് ചെയ്യുന്ന കുട്ടികളുണ്ട്. ഇന്റേണലൈസ് ചെയ്യുമ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ അവര് സൈലന്റ് ആവുന്നു, അവർ ബാക്കിയുള്ള കാര്യങ്ങളിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നു, ഫോക്കസ് ഇല്ലാതാവുമ്പോൾ അപ്പൊ അവരുടെ കോൺഫിഡൻസ് നശിക്കുന്നു. അപ്പൊ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോ എന്താ, ഇത്ര ദിവസം ലീവ് കിട്ടി എന്നിട്ടും അവൻ പഠിക്കണില്ല അല്ലെങ്കിൽ അവള് പഠിക്കണില്ല. ആ കൂടിയിട്ട് ഈ കൊല്ലല്ലേ പഠിക്കണ്ടു, ഇപ്പൊ 10th CBSE എക്സാം ഒക്കെ അല്ലേ. അപ്പൊ നമ്മൾ പറയും അങ്ങനെ ആ രീതിയിലായിരിക്കും നമ്മളെ കാണുന്നത്. പക്ഷെ കുട്ടിക്ക് പല കാര്യങ്ങളും മനസ്സിലൂടെ ഓടുന്നുണ്ടായിരിക്കും. എപ്പോഴും സോഷ്യൽ മീഡിയക്ക് ആക്സസ് ഉള്ള കുട്ടികളാണെങ്കിൽ അതിലെപ്പോഴും ഇപ്പൊ ഇങ്ങനെയുള്ള വോർ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ന്യൂസ്. നമ്മളുടെ വീട്ടിലാണെങ്കിലും അപ്പൊ നമ്മൾ നാട്ടിലേക്ക് വിളിക്കുന്ന സമയത്ത് നാട്ടിലുള്ളവരുമായിട്ടും ഇതൊക്കെ തന്നെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിൽ ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മൾ ഏത് രീതിയിലാണ് വീട്ടിലെ കുട്ടികൾ ഇങ്ങനെ ടെൻഷൻ വരുന്ന സമയത്ത് ഇതിലേതെങ്കിലും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഉള്ളതുണ്ടോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയണേ. കേൾക്കാലോ അല്ലേ? ഹലോ, കേൾക്കാം മാം. ഓക്കെ. ഞാൻ വിചാരിച്ചു ഞാൻ മാത്രം അങ്ങനെ സംസാരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന്. ഓക്കെ, റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത സമയത്തോ അല്ലെങ്കിൽ ബോറിംഗ് ആവുന്ന സമയത്തൊക്കെ പറയണേ. ആൻഡ് ആ അപ്പൊ നമുക്ക് അങ്ങനെ പല സമയത്തും നമുക്ക് ഇതൊക്കെ നമ്മളുടെ കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ പലപ്പോഴും വിചാരിക്കണം എന്താ ഈ കൊച്ചു ഇങ്ങനെ, എന്താ ഈ കൊച്ചു മാത്രം ഇങ്ങനെ എന്നൊക്കെ രീതിയിൽ നമ്മൾ പലപ്പോഴും ചോദിച്ചിട്ടുണ്ടായിരിക്കും. ഈ ക്രൈസിസ് വരുന്ന സിറ്റുവേഷൻസിൽ ന്യൂറോട്ടിപ്പിക്കൽ ആയിട്ടുള്ള കുട്ടികൾക്ക് ഇങ്ങനെയാണെങ്കിൽ ലേണിംഗ് ഡിസോർഡേഴ്സ് ഉള്ള കുട്ടികൾ, പഠിക്കാൻ ഓൾറെഡി ഡിസോർഡേഴ്സ് ഉള്ള കുട്ടികൾക്ക് അതിനേക്കാൾ ഇൻക്രീസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ഒരു കൊഗ്നേറ്റീവ് ലോഡ്, അതായത് അവർക്കുള്ള ഫ്രസ്ട്രേഷൻ, എങ്ങനെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് അറിയില്ല. അതുപോലെയുള്ള എന്താണ് അവർ അവോയ്ഡൻസ് വളരെയധികം കൂടും. ഐ കാൺ ഡു ദാറ്റ്, എന്നുള്ള രീതിയിൽ ഡിനയൽസ് ഒരുപാട് കൂടുന്നതായിട്ട് കാണാറുണ്ട്. ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ ബിഹേവിയറിനൊരു വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയിട്ട് എടുക്കാൻ സാധിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്താ വെച്ചാൽ അവർ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതായത് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ എനിക്കൊരു റീഅഷുറൻസ് വേണം എന്ന് പറയുന്നത് ഏത് രീതിയിലെടുക്കുന്നത്, അത് പറയാനോ പ്രകടിപ്പിക്കേണ്ടത് രീതിയോ സമയമോ അറിയാത്തത് കൊണ്ട് അവരവരുടെ ബിഹേവിയർ ചേഞ്ചസിലൂടെ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇങ്ങനെ അൺയൂഷ്വൽ ആയിട്ടുള്ള ബിഹേവിയേഴ്സ് കാണുന്ന സമയത്ത് നമ്മൾ ആലോചിക്കേണ്ടത് എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ കുട്ടി ഇങ്ങനെ അല്ലല്ലോ, പിന്നെ ഇപ്പൊ എന്താ പെട്ടെന്ന് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞാണല്ലോ, പിന്നെ ഇതിപ്പോ എന്താ വേണ്ടത് എന്നുള്ള രീതിയിൽ ബിഹേവിയറിനെ ഒരു കമ്മ്യൂണിക്കേഷൻ മീഡിയം ആയിട്ട് കാണുകയും അതിനോട് കുറച്ചും കൂടെ എംപതറ്റിക് ആയിട്ട് ബിഹേവ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുകയാണെങ്കിൽ, കണക്ട് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്കും കംഫർട്ടാണ്, നമുക്കും കംഫർട്ടാണ്. അതല്ലാത്ത പക്ഷം ചൈനീസ് ഭാഷ സംസാരിക്കുന്ന അമ്മയും മലയാളം പറയുന്ന കുട്ടിയും എന്നുള്ള രീതിയിലായിരിക്കും നമ്മളുടെ ഇന്ററാക്ഷൻ അവർക്കും നമുക്കും ഫീൽ ചെയ്യുന്നത്. നമ്മൾ എന്തോ പറയുന്നു, കുട്ടി വേറെ രീതിയിൽ പ്രകടിപ്പിക്കുന്നു. കാരണം നമ്മൾ പറയുന്ന ഭാഷ അവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ നമുക്ക് അവരുടെ ഭാഷയിൽ അവരെ കണക്ട് ചെയ്യാം. ഇനി വേറൊരു സിറ്റുവേഷൻ എന്ന് വെച്ചാല് നമ്മളുടെ ഒരു ക്രൈസിസ് അല്ലെങ്കിൽ വലിയൊരു ട്രോമയൊക്കെ കഴിഞ്ഞു, അപ്പോഴും നമ്മൾ അറിഞ്ഞു വെക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതാണ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയുന്നത്. ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ട്രോമ കഴിഞ്ഞു, അല്ലെങ്കിൽ ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ഇൻസിഡന്റ്, അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ലോസ് നടന്നു കഴിഞ്ഞു, എന്നിട്ടും നമ്മളിനെ അതിന്റെ ആ ഫ്ലാഷ് ബാക്കുകളായിരിക്കാം, ആ സീൻസ് ആയിരിക്കാം, രാത്രി സ്വപ്നങ്ങളായിട്ടായിരിക്കാം, അതല്ലെങ്കിൽ ആ സ്ഥലത്തിനോടുള്ള ഒരു ഇഗ്നോറൻസ്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഹൈപ്പർ വിജിലൻസ്,
അങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ കുട്ടിയിൽ ഒരു മാസത്തിലും അധികം പെർസിസ്റ്റൻസ് ആയിട്ട് കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യണം. അതൊരു നോർമൽ ഫിയർ ആണോ അതോ ഒരു ട്രോമയാണോ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. അപ്പൊ നിങ്ങൾക്ക് തന്നെ എനിക്ക് തോന്നുന്നു റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും അല്ലേ, അതൊരു ഫിയറും ട്രോമയും തമ്മിൽ എന്താണ് ഡിഫറൻസ് എന്നുള്ളത്. അതായത് ഇപ്പൊ എല്ലാവർക്കും എനിക്ക് ഡിപ്രഷനാണ് എന്ന് പറയുക എന്ന പോലെ ഇപ്പൊ ഒരു കോമൺ ജോക്കാണല്ലോ, ഞാൻ ഡിപ്രഷനിലേക്ക് പോകുന്നുണ്ട് എന്നുള്ള രീതിയിൽ. എന്നുവെച്ചാൽ എവിടെ വെച്ചാൽ പോയിട്ട് വായോ വേഗം വരണം വൈകിട്ട് എന്ന് പറയുന്ന തരത്തിൽ ഒരുപാട് റീൽസ് നമ്മൾ കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ ട്രോമയും യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഫിയർ എന്താണ് ട്രോമ എന്താണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഫിയർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ടെമ്പററി ആയിട്ടുള്ള ആ ഒരു പെട്ടെന്നുള്ള ഒരു ഇൻസിഡന്റോ എക്സ്പീരിയൻസോ കഴിയുന്നത് വരെയൊക്കെയാണ് അതിന്റെ ഉള്ളത്. പക്ഷെ ട്രോമ എന്ന് പറയുമ്പോൾ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് അതിന്റെ എഫക്ട്സ് അതേ ഇന്റൻസിറ്റിയിൽ ഒരുപാട് കാലം നമ്മളെ വേട്ടയാടുന്നുണ്ടെങ്കിൽ, നമ്മളെ കുട്ടികളെ വേട്ടയാടുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനൊരു പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യണമെന്ന് മനസ്സിലാക്കിയിരിക്കണം. ഇപ്പൊ നമ്മൾ ഒരുപാട് ടെൻഷനോ ആങ്സൈറ്റിയോ എങ്ങനെ വരുന്നു എന്നുള്ളതൊക്കെ അറിഞ്ഞാലും എങ്ങനെ അതിനെ ഡീൽ ചെയ്യണം. അപ്പൊ പലരും പല രീതിയിൽ പ്രസന്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പൊ ഈ സ്ലൈഡ്സ് തന്നെ നോക്കിയാൽ കാണാം ഒരുപാട് പേരുകളും ഒരുപാട് ടേംസും ഒക്കെ നമ്മൾ ഇതിന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് റിയൽ ലൈഫിൽ വരുമ്പോൾ എന്ത് പറയണം, എങ്ങനെ കുട്ടിയോട് കണക്ട് ചെയ്യണം എന്നുള്ളതാണ് അറിയേണ്ടത് അല്ലെ. ഇപ്പൊ കുട്ടികൾ എങ്ങനെയാണ് കുട്ടികളുടെ അടുത്ത് സംസാരിക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഒരുപാട് കുറെ ടേംസോ ടെക്നിക്കാലിറ്റീസോ നമുക്ക് അറിഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ റിയൽ ലൈഫിൽ നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് എങ്ങനെ അവരോട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അവരുടെ ഭാഷയിൽ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് എന്നുള്ളത് നോക്കാം. അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഇതിലേക്ക് നയിക്കാനുള്ള ഒരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല്, ഇപ്പോ ഈ മിസൈൽ അറ്റാക്സ് ഒക്കെ നടക്കുന്ന സമയത്ത് പല ഓഫീസുകളും വർക്ക് ഫ്രം ഹോം ആക്കുന്നുണ്ട്, അതിന് ഫെസിലിറ്റി കൊടുക്കാൻ പറ്റുന്നവർക്ക്. അതുപോലെ ക്ലാസ്സസ് ഒക്കെ സ്കൂളുകളിലൊക്കെ ഓൺലൈൻ ക്ലാസ്സുകളാക്കി. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എൻ്റെ മോളും ഓൺലൈൻ ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. അപ്പോഴാണ് വലിയൊരു തണ്ടർ ലൈക്ക് സൗണ്ടും ഒരു ട്രെംബ്ലിങ്ങും ഒക്കെ ഉണ്ടായി. അപ്പോൾ ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരുന്ന കുട്ടിയുടെ മൈക്കും അൺമ്യൂട്ട് ആയിരുന്നുകൊണ്ട് ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ആ കുട്ടി പറഞ്ഞു, ടീച്ചർ ദാറ്റ് ഹാപ്പൻഡ് അഗെയിൻ, ദാറ്റ് ബിഗ് തിങ് ഹാപ്പൻഡ് അഗെയിൻ. എന്താണെന്ന് പോലും അവര് ടേം ചെയ്യുന്നില്ല. ടീച്ചർ ഓക്കെ, ടീച്ചറിന്റെ കുഴപ്പമല്ല ഞാൻ പറയുന്നത്, ഓക്കെ എന്ന് പറഞ്ഞാൽ അത് ക്യാരി ഓൺ ചെയ്തു, ക്ലാസ് ക്യാരി ചെയ്തു പോയി. ആ സമയത്താണ് ഞാൻ അത് നോട്ട് ചെയ്തത്. നമ്മൾ പലരും വലിയ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, അതിന്റെ എന്താ പറയുക ഡിഗ്രി ഓഫ് ക്രൈസിസ് എന്താന്നൊക്കെ അനലൈസ് ചെയ്യുന്നുണ്ട്, എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്സ് എന്ന് സ്വന്തമായിട്ട് ആലോചിക്കുന്നുണ്ട്, ബാക്കിയുള്ളവരുമായിട്ട് അഡൾട്ട്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാ വീടുകളിലും കുട്ടികളുമായിട്ട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് എനിക്ക് ആ സമയത്താണ് തോന്നി. ഇതൊരു മിസൈൽ അറ്റാക്കിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് മാത്രമല്ല, വാട്ട് എവർ ദ ക്രൈസിസ്. ഇപ്പൊ നമ്മളൊരു അമ്പലത്തിലോ പള്ളിയിലോ തൊഴാൻ പോയി, ആ സമയത്ത് കുഞ്ഞിനെ കാണാനില്ല, അതൊരു ക്രൈസിസ് ആണ് അവർക്ക്. ഒരു 2 സെക്കൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളുടെ അടുത്ത് നിൽക്കുന്ന ആളുടെ അടുത്തേക്ക് മാറി നീങ്ങിയതേ ഉണ്ടാവുള്ളൂ. പക്ഷെ എങ്കിൽ പോലും നമ്മൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആ പള്ളിയിലോ അമ്പലത്തിലോ ഒക്കെ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഷീ ഹാസ് ദ ഐഡിയ, ഹി ഹാസ് ദ ഐഡിയ, എന്ത് ചെയ്യണം അടുത്ത് എന്നുള്ള, അടുത്തുള്ള ഏതെങ്കിലും ഒരു ഹെൽപ്പ് സെന്ററിലോ അല്ലെങ്കിൽ സേഫ് എന്ന് തോന്നുന്ന ആളുടെ അടുത്ത് നമ്മൾ ഹെൽപ്പ് സീക്കേണ്ട രീതി എന്താണ്, ഫോൺ നമ്പർ എന്താണ്, അങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് ആ സമയം ബെറ്റർ ആയിട്ട് ഡീൽ ചെയ്യാൻ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിൽ വരുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാല്, എങ്ങനെ നമ്മൾ കുട്ടികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അവർക്ക് റിലേറ്റ് ചെയ്യുന്ന രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ടോപ്പിക്കിൽ കണ്ട പോലെ ഇമോഷണൽ സേഫ്റ്റി, അതാണ് നമ്മളുടെ ആങ്സൈറ്റി എന്നുള്ളത്. ഒരുപാട് അൺറിസോൾവ് ആയിട്ടുള്ള ഫിയറും ക്വസ്റ്റ്യൻസും ഉള്ളിലും ചോദിക്കാൻ പറ്റാത്തതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മളുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ആങ്സൈറ്റി ആയിട്ട്, അതായത് വാട്ട് എവർ ഇൻകംപ്ലീറ്റ് ദാറ്റ് കോസ് സ്ട്രെസ് എന്ന് പറയാലോ. നമുക്കൊരു ഹോംവർക്ക് ചെയ്യാനുണ്ട്, പക്ഷെ അത് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല, ചിലപ്പോൾ ഒരു 2 കൂടെ എഴുതിയിട്ട് അണ്ടർലൈൻ ചെയ്താൽ കഴിഞ്ഞു. ആ എഴുതാനുള്ള മടിക്ക് അങ്ങനെ വെച്ചാൽ പിറ്റത്തെ ദിവസം ക്ലാസ് പോണവർക്ക് നമുക്ക് അതൊരു ടെൻഷൻ, ഇൻകംപ്ലീറ്റ്നെസ് ആണല്ലോ. അങ്ങനെയുള്ള ഇൻകംപ്ലീറ്റ്നെസ്സുകളാണ് നമുക്ക് പലപ്പോഴും ടെൻഷനായിട്ട് മാറുന്നത്. സോ എങ്ങനെ നമുക്ക് കുട്ടികളോട് ഇമോഷണൽ സേഫ്റ്റി മേക്ക് ഷുവർ ചെയ്യാം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. കുട്ടികളെ നമ്മളോട് കണക്ട് ചെയ്യുന്നത് അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന തിയറിയിലൂടെയോ ലെസൺസിലൂടെയോ ഒന്നുമല്ല. അവർ നമ്മളുടെ
കുഞ്ഞിനോട് നമ്മൾ ചെറിയ കുട്ടികളോട് സംസാരിക്കുമ്പോൾ അവർ നമ്മളുടെ മുഖത്തേക്കാണ് നോക്കുന്നത്. നമ്മളുടെ മുഖത്തെ എക്സ്പ്രഷൻസ്, അതിന്റെ വോയിസിന്റെ മോഡുലേഷൻ, സ്പീഡ്, ബ്രത്തിന്റെ സ്പീഡ്, അതുപോലെ കൈയിന്റെ ആക്ഷൻസ്, ഏത് രീതിയിലാണ് സ്പീഡ് ഓഫ് വാക്കിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. കുഞ്ഞ് സംസാരിക്കാത്ത സമയത്ത് നമ്മൾ അവരോട് സംസാരിച്ചിരുന്നല്ലോ, കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നല്ലോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലാണ്. അപ്പൊ കുഞ്ഞ് നോക്കുന്നത് സേഫ്റ്റി ക്യൂസ്, നമ്മളുടെ അഡൾട്ട്സ് കൊടുക്കുന്ന സേഫ്റ്റി ക്യൂസിലേക്കാണ്. അവര് റിയഷുറൻസിന് വേണ്ടിയിട്ടാണ് നമ്മളെ നോക്കുന്നത്. അപ്പോൾ നമ്മൾ മിക്കതും നമുക്കും ആങ്സൈറ്റി ഉണ്ട്, നമ്മളും ഒരു സ്ട്രെസ് സിറ്റുവേഷനിലാണ്. അപ്പൊ ഫസ്റ്റ് നമ്മളെ തന്നെ കാം ചെയ്യാനുള്ള ടെക്നിക്സ് ഒക്കെ പഠിക്കുക, അതൊക്കെ പ്രാക്ടീസ് ചെയ്യുക, ഒപ്പം കുഞ്ഞിനെയും കൂടെ കൂട്ടുക. അപ്പൊ സ്റ്റേ കാം ആൻഡ് റിയഷൂറിങ് എന്നുള്ളതാണ്. കുഞ്ഞിനും എപ്പോഴും ഒരു വാലിഡേഷൻ സീക്ക് ചെയ്യുന്ന കുഞ്ഞാണെങ്കിൽ അവർക്ക് അത് കൊടുക്കുക. ഓക്കെ, ഐ എം ഹിയർ ഫോർ യു, യു ആർ സേഫ് എന്നുള്ള റിയഷ്യൂരിറ്റി എപ്പോഴും ആ കുഞ്ഞിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവനും ആ ഒരു സേഫ്റ്റി ഫീലിംഗ് കിട്ടും. പിന്നെ വാലിഡേറ്റ് ദ ഫീലിങ്സ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നീ ഇപ്പൊ പേടിക്കൊന്നും വേണ്ട, നമുക്കൊന്നും പറ്റൊന്നുമില്ല എന്നങ്ങനെ വെറുതെ കണ്ണടച്ച് പറയാണ്ടേ. എന്താണ് ഓക്കെ, അതായത് ആ ഇൻവാലിഡേഷൻ വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് എന്താ പറയാ, നമുക്കൊരു ഫീലിംഗ് ഉണ്ട്. എന്ത് കേൾക്കാലോ അല്ലെ? എന്തെങ്കിലും പറയാൻ ശ്രമിക്കുന്നുണ്ടോ? ഇല്ല, ഇല്ല ക്ലിയർ മാം, ആണ്. കേൾക്കാം ആ കേൾക്കാം. ഓക്കെ. എന്തെങ്കിലും എന്താ പറയാ, നമ്മൾ ആങ്സൈറ്റി എന്ന് പറയുന്ന ഒരു സംഭവത്തിനെ നമ്മൾ അഡ്രസ് ചെയ്യുന്നത് ഇറ്റ്സ് ബാഡ്. ആങ്സൈറ്റി ഉള്ളതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മോശം എന്നുള്ള രീതിയിലാണ് നമ്മൾ അഡ്രസ് ചെയ്യുന്നത്. പക്ഷെ അത് മാറിയിട്ട് ഇറ്റ്സ് ഓക്കെ ടു ബി ആങ്ഷ്യസ്. ഒരു ലെവൽ വരയ്ക്കും, മിനിമം ലെവൽ ഓഫ് ആങ്സൈറ്റി നമുക്കുണ്ടായിരിക്കുന്നത് നല്ലതാണെന്നുള്ളതാണ്. ഇപ്പൊ നമുക്കൊരു എക്സാം ഉണ്ട്, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ഡോഗോ അങ്ങനെ കടിക്കാൻ വരുന്നു, എനിക്ക് ആങ്സൈറ്റി ഒന്നും ഇല്ല, എനിക്ക് ഫിയർ ഒന്നുമില്ല, എനിക്ക് പേടിയില്ല എന്ന് പറഞ്ഞ് നെഞ്ചു വിരിച്ച് വന്നെന്ന്, അല്ലെങ്കിൽ ഒരു ലോറി റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അൺഎക്സ്പെക്ടഡ്ലി വരുന്നു, എനിക്ക് ആങ്സൈറ്റി ഒന്നുമില്ല, ഞാൻ ഫിയർ ഇല്ല, എനിക്ക് ഒന്നും പ്രശ്നമല്ല എന്ന് പറഞ്ഞ് നെഞ്ചും വിരിച്ച് നിന്ന് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവും നമുക്കറിയാലോ. അപ്പൊ അതേപോലെ തന്നെ ഒരു മിനിമം ലെവൽ ഓഫ് ആങ്സൈറ്റി ഈസ് ഓക്കെ. നമുക്ക് അത് എവിടെയാണ് അതിന്റെ ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആങ്സൈറ്റിയോട് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുക എന്നുണ്ടെങ്കിൽ, ആ സ്ട്രെസ്സിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളിടത്താണ് നമ്മളുടെ കാര്യം. എങ്ങനെ അതേപോലെ തന്നെ നമ്മളുടെ ജോലി എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ ഷെയിമാക്കുക, അയ്യേ നിനക്ക് പേടിയൊക്കെ ഉണ്ടാ, എന്തിനാ പേടിക്കണേ, പേടിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെയല്ല പറയേണ്ടത്. അല്ലെങ്കിൽ ഓവർ പ്രൊട്ടക്ട് ചെയ്യാം, ഓ പേടിയുണ്ടോ എന്നാ പിന്നെ നീ എൻ്റെ കൂടെ തന്നെ ഇരുന്നാൽ മതി, ഇനി സ്കൂളിലൊന്നും പോണ്ട എന്നുള്ള രീതിയിൽ പിടിച്ചു വെച്ചിരിക്കുകയോ അല്ല വേണ്ടത്. അവർക്ക് അവരുടേതായ രീതിയിൽ എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യാം, അതിന് വേണ്ട സ്കിൽസ് എങ്ങനെ അവർക്ക് നേടിക്കൊടുക്കാം എന്നുള്ള രീതിയിലാണ് നമുക്ക് അത് കൊണ്ടുപോവേണ്ടത്. അപ്പോൾ വാലിഡേറ്റിന്റെ ഫീലിങ്സ് എന്ന് വെച്ചാൽ ഇറ്റ്സ് ഓക്കെ ടു ബി ആങ്ഷ്യസ്. നമ്മൾക്ക് വെറി ഉണ്ടാവും, ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ വി ആർ സേഫ് ബിക്കോസ് ഇപ്പൊ ഇവിടുത്തെ സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ നമ്മളുടെ ഡിഫൻസ് സിസ്റ്റം ആണെങ്കിലും നമ്മളുടെ അതോറിറ്റീസ് ആണെങ്കിലും 24/7 എന്നുള്ള രീതിയിൽ അതൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എന്ന് പറയാം. ഇപ്പൊ UAE സംബന്ധിച്ചിടത്തോളം അതൊരു ഡയറക്റ്റ് വാറിലല്ല, അതൊരു ഡിഫൻസ് മെക്കാനിസം ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കുട്ടിക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം. അതുപോലെ പല പല ബുംബും പൊട്ടലുകളും ശബ്ദങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ നമ്മൾ അവരോട് ചോദിച്ചു നോക്കണം, എന്താണ് അതിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം, അത് ഡേഞ്ചർ ആണോ അതോ സേഫ്റ്റി ആണോ എന്നുള്ളത്. അപ്പൊ ഞാൻ എൻ്റെ മോളോടുത്ത് ഞാൻ ഇതുപോലെ ചോദിച്ചു നോക്കി, എന്താണ് അത്, ഡേഞ്ചർ ആണോ സേഫ്റ്റി? അവള് നിസ്സംശയം പറഞ്ഞു അതൊരു ഡേഞ്ചർ ആണെന്ന്. ബട്ട് ഇറ്റ്സ് ആക്ച്വലി സൗണ്ട് ഓഫ് പ്രൊട്ടക്ഷൻ എന്നുള്ളത് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കും. കാരണം എന്താ വെച്ചാൽ ഇത് നമ്മൾ മിസൈൽസ് ഇന്റർസെപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ശബ്ദങ്ങളാണ്. അതിന് വേണ്ടിയിട്ട് അതിൽ നമുക്ക് അപകടങ്ങൾ പറ്റാതിരിക്കാനാണ് അവര് സേഫ്റ്റി അലാംസ് തരുന്നത്. അതിനുവേണ്ട പ്രിക്കോഷൻസ് എന്താണെന്ന് കുട്ടികളുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കമ്മ്യൂണിക്കേഷൻ ഇസ് എ കീ. അതിൽ എങ്ങനെയാണ് ഏതൊക്കെയാണ് ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യേണ്ടത്, ഇനി എന്തൊക്കെ പ്രിക്കോഷൻസ് നമ്മൾ ഒന്നിച്ചെടുക്കേണ്ടതുണ്ട്, എന്തൊക്കെയാണെങ്കിലും വി ആർ സേഫ്, എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് നമുക്ക് അവർക്ക് ഒരു മുൻ ഐഡിയ പറഞ്ഞു കൊടുക്കുമ്പോൾ, ആ ഒരു പ്രിപ്പയർഡ്നെസ് ഉണ്ടാകുമ്പോൾ, റെഗുലർ ഇതൊരു കോമൺ ടോക്ക് വീട്ടിൽ അത് ഉണ്ടാകുന്ന സമയത്ത് കുട്ടികൾക്കും അതൊരു ഗോ ത്രൂ ചെയ്യാൻ എളുപ്പമാണ്. അത് ഇതെന്നല്ല, ഏതൊരു സിറ്റുവേഷനിലും പ്രിപ്പയർഡ്നെസ് ഉണ്ടാവുന്ന സമയത്ത് അതിനൊരു ഈസ് ഉണ്ട്. ബ്രെയിനിന് അവിടെ സ്ട്രെസ്സിനുള്ള ഒരു സ്പേസ് നമ്മൾ കൊടുക്കണില്ല. ബിക്കോസ് ഒരു സ്ട്രക്ചർ ഉള്ള സമയത്ത് ഇപ്പൊ നമ്മളൊരു മീൽ പ്ലാനിങ് ആണ് നോക്കും. അപ്പൊ നാളെ രാവിലെ എണീറ്റിട്ട് എന്ത് വെക്കണം എന്നതിനെ കുറിച്ച് അറിയില്ല. പക്ഷെ നേരെ മറിച്ച് മറ്റൊരാൾക്ക് മീൽ പ്ലാൻസ് ഒക്കെ ഉണ്ട്.
ഈ ആഴ്ച രാവിലെ പുട്ടുകടലാണെങ്കിൽ ഉച്ചയ്ക്ക് ചോറും ഇതും അങ്ങനെ ഒരു കൃത്യമായിട്ട് ഒരു മീൽ പ്ലാനിങ് സെറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് ഓക്കെയാണ്. തലേദിവസം ഇന്നത് ചെയ്യണം, പിറ്റേ ദിവസം രാവിലെ ഇത് കുക്ക് ചെയ്യണം, ഓക്കെയാണ്. പക്ഷെ അതൊന്നും ഇല്ലാണ്ട് കിടന്നിറങ്ങി രാവിലെ വന്നിട്ട് എണീറ്റ് നിൽക്കുന്ന ആൾക്ക് എന്ത് പറയാം അറിയില്ല. അതേപോലെ തന്നെയാണ് ഓഫീസ് വർക്ക് ആണെങ്കിലും നമുക്ക് നെക്സ്റ്റ് ഡേ ഇന്ന ദിവസം ഇന്ന കംപ്ലീറ്റ് എന്ന് നമുക്കൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഈസി ടു വർക്ക്. അതേപോലെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലും എവിടെയാണോ സ്ട്രക്ചർ ഉണ്ടാക്കാൻ പറ്റുന്നത് അത് ഉണ്ടാക്കുക. അതുപോലെ വളരെ ഗ്രാഫിക്സും ബാക്കി കാര്യങ്ങളും ശബ്ദങ്ങളും ഒക്കെ കൊടുത്തുണ്ടാക്കുന്ന സോഷ്യൽ മീഡിയ കോണ്ടന്റ്സിനോടൊക്കെ ഈ ക്രൈസിസ് റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റ്സിനൊക്കെ ഒന്ന് ചെറിയ ഒരു ലിമിറ്റേഷൻസ് കൊടുക്കുക. അവർ തന്നെ ബൗണ്ടറി സെറ്റ് ചെയ്യാൻ പറയാം. അവരുടെ ഫ്രണ്ട്സ് അവർക്ക് അയച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അവരോട് തന്നെ പറയാം എന്ത് ഒരു 1 വീക്കിന് എനിക്കിത് ടെൻഷൻ ആവുന്നുണ്ട്, നീ എനിക്ക് അയക്കണ്ട കേട്ടോ എന്ന് പറയാനുള്ള ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും കുഞ്ഞിന് ഉണ്ടാക്കി കൊടുക്കാം. അതുപോലെ ഓപ്പൺ കോൺവെർസേഷൻസ്, അവർക്കുള്ള സംശയങ്ങൾ അവർ ചോദിക്കട്ടെ. അതുപോലെ നമുക്കുള്ള അറിയാവുന്ന കാര്യങ്ങൾ, എല്ലാവർക്കും എല്ലാതും അറിയില്ല, അറിയാവുന്ന കാര്യങ്ങൾ അലാമിങ് അല്ലാത്ത രീതിയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. നെക്സ്റ്റ് പറഞ്ഞാൽ വീട്ടുകാരുമായിട്ട്, ഇവിടെയുള്ളവരോ പുറത്തുള്ളവരോ വീട്ടുകാരുമായിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ കണക്ട് ചെയ്യുക. അപ്പൊ ഈ കണക്ഷൻ ഉണ്ടാവുന്ന സമയത്ത് തന്നെ നമുക്കൊരു സേഫ്റ്റി ഫീലിംഗ് ഉണ്ടാവും. പക്ഷെ ഈ കണക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് എന്താ, നമുക്ക് ഇവിടെ നിന്ന് സമാധാനം കിട്ടാൻ നാട്ടിലേക്ക് വിളിക്കുമ്പോൾ നാട്ടിലുള്ളവർ മുഴുവൻ അവിടുത്തെ ന്യൂസും കാര്യങ്ങളൊക്കെ കേട്ട് ആദ്യം ഇങ്ങോട്ട് കൊടുക്കാൻ പാടില്ല. അപ്പം മിക്കതും കുട്ടികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഇന്റൻസിറ്റി റിവീൽ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ കുട്ടികളെ അടുത്ത് വെച്ചുകൊണ്ട് അത് സംസാരിക്കാതിരിക്കുക. നമുക്ക് തമ്മിൽ സംസാരിക്കാം, കുട്ടികളെ അടുത്ത് വേറെ എവിടെയെങ്കിലും ആണ് എന്ന് മേക്ക് ഷുവർ ചെയ്തിട്ട് അവർ വേറെ എന്തെങ്കിലും ഫുള്ളി എൻഗേജ്ഡ് ആണ് എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് സംസാരിക്കാം. അതല്ലാത്ത പക്ഷം അത്രയും ഇന്റൻസ് ആയിട്ടുള്ള ഗ്രേഡിങ് ആയിട്ടുള്ള സംസാരങ്ങൾ വീടുകളിലും ഒഴിവാക്കുക. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രക്ചർ സെറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമാണ് ഈ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു റുട്ടീൻ ഉണ്ടാവുന്നുള്ളത്. ഇപ്പൊ വർക്ക് ഫ്രം ഹോം, വർക്ക് ഫ്രം അല്ല ഓൺലൈൻ സ്കൂൾ അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് ഉച്ചയ്ക്ക് എണീക്കുക, അങ്ങനെയുള്ളത് മാറി കറക്റ്റ് ആയിട്ട് ഒരു ഫിക്സഡ് സമയത്ത് വർക്ക് ചെയ്യുക, നല്ല റെഗുലർ ആയിട്ടുള്ള ഒരു മിനിമലി റെഗുലർ ആയിട്ടുള്ള ഒരു റുട്ടീൻ തന്നെ ഫോളോ ചെയ്യുക. റെഗുലർ റുട്ടീൻസ് ഉണ്ടായിരിക്കുക, പഠിക്കാനുള്ള ഒരു സ്കെഡ്യൂള്, ബെഡ് ടൈം. പക്ഷെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇത് ഓവർഡു ചെയ്യാതിരിക്കാനുള്ള. ഇപ്പൊ സപ്പോസ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ല, പല കാര്യങ്ങളും ഞാൻ വിചാരിച്ചത് നടന്നില്ല, ഇറ്റ്സ് ഓക്കെ. നമ്മളോട് തന്നെ ഫോർഗീവ് ചെയ്യാൻ പഠിക്കുക. അത് ഓക്കെ ആണ്, നാളെയും ചെയ്യാലോ, താങ്ക് യു ഫോർ ഡൂയിങ്. ഇന്ന് ഞാൻ ചെയ്തതിന് അത്രേ എനിക്കും നന്ദി, യൂണിവേഴ്സിനും നന്ദി, കാരണം ഇത്രയും ഞാൻ ചെയ്തല്ലോ. സോ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എനിക്ക് അടുത്ത ദിവസം എടുക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ കണ്ട് മുന്നോട്ട് പോവാം. നെക്സ്റ്റ്, ഞാനിങ്ങനെ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇങ്ങനെ ചെയ്യാമെന്ന് കൂടെ പറയായിരിക്കും നല്ലത്. ആരെങ്കിലുമൊക്കെ ക്യാമറ ഓൺ ആക്കുകയാണെങ്കിൽ നല്ലതാണ്. അതായത് ഏറ്റവും നന്നായിട്ട് ബോഡി റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രീത്തിങ് ആണ്. നമ്മളുടെ ബ്രീത്തിങ്ങിലൂടെ ആണ്, അതായത് 2 നെർവസ് സിസ്റ്റം ഉണ്ടല്ലോ നമുക്ക്, പാരാസിമ്പത്തറ്റിക്കും സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഉണ്ട്. സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആക്സിലേറ്റർ പോലെയാണ്. നമ്മൾ എക്സസൈസ് ചെയ്യുക, വിഗറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനാണ്. പക്ഷെ പാരാസിമ്പത്തറ്റിക് എന്ന് വെച്ചാൽ റെസ്റ്റും അതുപോലെ ഡൈജഷനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുകയും നമ്മളൊരു സൂതിങ് കാമിങ് മോഡിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. അപ്പൊ അതിന് ഏറ്റവും നല്ല കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രീത്തിങ് ആണ്. ബ്രീത്തിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്നതിനേക്കാളും എക്സ്ട്രാ സമയമെടുത്ത് എക്സെയിൽ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ അതായത് നിവർന്ന് ഇരിക്കാൻ ശ്രമിക്കുക. നിവർന്ന് കിടന്നാലും ഓക്കെ, പക്ഷെ നിവർന്നിരിക്കാൻ ശ്രമിക്കുക. കൈകൾ മലർത്തി വയ്ക്കുക. ഫ്രീ ആയിട്ട് ബോഡി ഇങ്ങനെ ഇരിക്കാം. കണ്ണടച്ചിരിക്കാൻ പറ്റുന്നവർക്ക് കണ്ണടച്ചിരിക്കാം. ശേഷം നമ്മൾ തുറക്കുമ്പോൾ കൈ ഇങ്ങനെ റബ്ബ് ചെയ്തിട്ട് കണ്ണുകളിൽ വെച്ചിട്ട് വേണം തുറക്കാൻ. അപ്പൊ കണ്ണടച്ചിരിക്കാം. ഇൻഹേൽ ചെയ്യുക. ഒരു 1 2 3 4. ശ്വാസം ഉള്ളിൽ തന്നെ നിൽക്കട്ടെ. ഒരു 4 കൗണ്ട് ഉള്ളിൽ തന്നെ നിൽക്കട്ടെ. ശേഷം എക്സെയിൽ ചെയ്യുന്നു. 1 2 3 4. അടുത്ത തവണ ഇൻഹെയിൽ ചെയ്യുന്നത് 4 കൗണ്ട് എടുത്ത്. ഇൻഹെയിൽ 1 2 3 4. ഒരു 2 കൗണ്ട്സ് ഉള്ളിൽ തന്നെ ശ്വാസം പിടിക്കാം. എക്സെയിൽ ചെയ്യാം. എടുത്ത ശ്വാസത്തിനേക്കാളും ദീർഘമായിട്ട് എക്സെയിൽ ചെയ്യാൻ ശ്രമിക്കാം. 1 2 3 4 5 6.
കൈകൾ കൂട്ടിത്തിരുമ്പി കണ്ണുകൾ ചൂട് പകർന്ന് മെല്ലെ കണ്ണു തുറക്കാം. ഇപ്പൊ തന്നെ നമുക്ക് നമ്മൾ ഇരുന്ന ആ ഒരു സ്റ്റേറ്റിനേക്കാളും കുറച്ചും കൂടെ കാംനെസ് ഫീൽ ചെയ്യുന്നുണ്ടോ? എന്തെങ്കിലും ഒരു വ്യത്യാസം തോന്നുന്നുണ്ടോ ഓക്കെ. ആർക്കെങ്കിലും? ഓക്കെ ശരിയാണ്. ഓക്കെ. അതേപോലെ മറ്റൊരു കാര്യമാണ് നമ്മളിങ്ങനെ ഹഗ് ചെയ്യാന്ന് പറയും. ഭയങ്കര ക്രൈസിസിൽ ഇരിക്കുമ്പോൾ നമുക്ക് ക്രൈസിസ് എന്ന് പറയുമ്പോൾ വേറെ സിറ്റുവേഷണൽ ആണെന്നില്ല, നമ്മുടെ ഉള്ളിൽ നിന്നാണെങ്കിലും ശരി, നമുക്കൊരു പ്രശ്നമുണ്ട്, ഒരു ഉള്ളിലൊരു പരപരപ്പ് തോന്നുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മളെ വേറെ ആരും ഹഗ് ചെയ്യണില്ലെങ്കിൽ നമ്മൾ തന്നെ ഹഗ് ചെയ്യുക. റെഗുലർ ഹഗ്ഗിങ് നമ്മൾ പാർട്ട് ഓഫ് ദ ലൈഫ് ആക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. നമുക്കിങ്ങനെ കൈകൾ ക്രോസ് ചെയ്ത് പിടിച്ച് ജസ്റ്റ് എന്താണ് നമ്മളെ ഡിസ്റ്റർബിങ് എന്നുള്ള തോട്ട് ഇങ്ങനെ ആലോചിക്കുക. എന്നിട്ട് ഈ ഷോൾഡറിൽ ഇങ്ങനെ തട്ടി കൊടുക്കുക. ഓക്കെ, നമ്മൾ പറയല്ലേ സാറില്ല പോട്ടെ എന്ന് തട്ടി കൊടുക്കില്ല, അതേപോലെ ടാപ്പ് ചെയ്യുക. ഇറ്റ്സ് ഓക്കെ, ഐ എം ഹിയർ ഫോർ യു, യു ആർ സേഫ്, താങ്ക് യു, ഐ എം ഹിയർ ഫോർ യു, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, നീ സേഫ് ആണ്, താങ്ക് യു. ഇതിങ്ങനെ ഒരു 2-3 തവണ റിപ്പീറ്റ് ചെയ്യാം. ചിലർക്ക് ഇതിങ്ങനെ പിടിക്കുന്നതിനോട് അത്ര സുഖം ഉണ്ടാവില്ല. അതുപോലെ നമ്മൾ ഇരിക്കുന്ന എല്ലാ സിറ്റുവേഷനിലും അങ്ങനെ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ ബട്ടർഫ്ലൈ ഒക്കെ കളിക്കില്ലേ പണ്ട്, ചിലപ്പോ ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ അങ്ങനെ കളിക്കില്ലേ, അതേപോലെ ജസ്റ്റ് ഇങ്ങനെ ക്രോസ് ചെയ്ത് ചെസ്റ്റിനോട് ചേർത്ത് പിടിക്കുക. ഇൻഹെയിൽ ചെയ്യുക, ദീർഘമായിട്ട് എക്സെയിൽ ചെയ്യാം. ഇൻഹെയിൽ ചെയ്യുന്നതിന്റെ ഇരട്ടി സമയം എടുത്തിട്ട് എക്സെയിൽ ചെയ്യാൻ ശ്രമിക്കണം. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ടൊരു റെസ്റ്റിംഗ് ഫീൽ ചെയ്യുന്നതാണ്. ഓക്കെ, ക്ലിയർ? ഓക്കെ. ആരെങ്കിലും ചെയ്ത് നോക്കുകയാണെങ്കിൽ ഓക്കെ, ഫീൽ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ശരിയാ. ഓക്കെ, അതാണ് ബട്ടർഫ്ലൈ ഹഗ്. അതുപോലെ യോഗ പോസസ് നമുക്ക് കംഫർട്ടിംഗ് ആയിട്ടുള്ള, കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കുട്ടികൾക്കൊക്കെ ഈ ട്രീ പോസ്, താടാസന, അങ്ങനെയുള്ള മൗണ്ടൻ പോസ്, അങ്ങനെയുള്ള പോസസ് ഒക്കെ എല്ലാ യോഗയും നമുക്കൊരു ക്രൈസിസ് വരുന്ന സമയത്ത് ഒരു 108 സൂര്യ ചെയ്ത് മറിക്കാം എന്നൊന്നും പറ്റില്ല. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഹാൻഡി ആയിട്ട് വെക്കുക എന്നുള്ളതാണ്. ഇനി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്, നെഞ്ചിൽ കൈ വെക്കുക, എന്നിട്ട് പറയാം ഇൻഹെയിൽ ചെയ്യുക, എക്സെയിൽ ചെയ്യുന്നതോടൊപ്പം പറയാം ഐ എം സേഫ്, താങ്ക് യു, ഈ നിമിഷത്തിൽ ഞാൻ സേഫ് ആണല്ലോ അല്ലെ. അപ്പൊ എന്താ പറയാ, ഇൻഹെയിൽ ചെയ്യുക, ദീർഘമായിട്ട് എക്സെയിൽ ചെയ്യുക, എന്നിട്ട് പറയാ ഐ എം സേഫ്, താങ്ക് യു, ഞാൻ ഇത്ര നേരം ഞാൻ ആക്റ്റീവ് ജീവിച്ചിരിക്കാൻ ഒരു ബ്ലെസ്സിങ് ഉണ്ടല്ലോ. അപ്പൊ അത് എല്ലാവർക്കും എല്ലാ ദിവസവും ചെയ്യാവുന്നതാണ്. അപ്പൊ തന്നെ നമുക്കൊരു സമാധാനം വരും. എന്നിട്ട് നമ്മൾ കുട്ടിയോട് പോയി പറയാം സേഫ്, ഞാൻ സേഫ് ആണ്, അപ്പൊ എന്നാ പിന്നെ കുട്ടിയുടെ പ്രശ്നമില്ലല്ലോ, ആ രീതിയിൽ കാണാം. അതുപോലെ കോഗ്നിറ്റീവ് റീഫ്രെയിമിങ് ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാല് നമുക്ക് ചുറ്റുമുള്ള കാര്യം, ഇപ്പൊ നമുക്ക് ദേഷ്യം വരുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര പ്രശ്നം വരുന്നത്, നമുക്ക് ദേഷ്യം വരുന്ന വെച്ചാല് ആ സിറ്റുവേഷനിൽ എന്ത് ചെയ്യേണ്ടെന്ന് ഒരു പിടുത്തമില്ലാത്ത കാരണം കൊണ്ടാണ് ദേഷ്യമായിട്ടും സങ്കടമായിട്ടും കരച്ചിലൊക്കെ ആയിട്ട് പുറത്തു വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാല് 5 4 3 2 1 എന്നുള്ള ഒരു ടെക്നിക്ക് ഫോളോ ചെയ്യാം. എല്ലാവർക്കും അറിയുന്നൊക്കെ ഉണ്ടാവും, പക്ഷെ ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്ത് നമുക്ക് ഇവിടെ പറയാം അല്ലേ. അതായത് ഒരു 5 സാധനങ്ങൾ, നമുക്ക് കാണുന്ന സാധനങ്ങൾ, ഇപ്പൊ എന്റെ ചുറ്റും നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ട്രീ, മറ്റേ ചെറിയ ചെടിയുണ്ട്, അങ്ങനെ ഒരു 5 സാധനങ്ങൾ നമ്മളുടെ ചുറ്റുമുള്ളത് ഒന്ന് മൈൻഡ്ഫുള്ളി ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് ഇരിക്കാം. അതുപോലെ ഒരു 4 സാധനങ്ങൾ ഫീൽ ചെയ്യാൻ പറ്റുന്ന പല ടെക്സ്റ്റേഴ്സ്, ഇപ്പൊ ഇത് ലാപ്ടോപ്പിന് ഒരു നല്ല മിനുസമുണ്ട്, അടുത്തിരിക്കുന്ന പാനയ്ക്ക് ഒരു ഇത്, അത് പേപ്പറിനൊരു തരം, അതുപോലെ നമുക്ക് തൊടാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു 4, നമ്മൾ ഇനിയിപ്പോ എണീക്കാൻ മടിയാണെങ്കിൽ നമ്മളുടെ തന്നെ ഹായ്, നല്ല മുഖം, നല്ല ഡ്രസ്സ്, നല്ല വള, അങ്ങനെ ആയാലും മതി. ഒരു 5 ഫീലിംഗ് അല്ല, ഒരു 4 സാധനങ്ങൾ ഫീൽ ചെയ്യാം. അടുത്തുള്ള റൂമിൽ നിന്നുള്ളതാണെങ്കിലും ഒരു 3 ശബ്ദം ശ്രദ്ധിച്ചിരുന്ന് കേൾക്കാം. ഓക്കെ, 3 ശബ്ദം കേൾക്കുന്നുണ്ട്, അപ്പുറത്ത് റോട്ടിൽ വണ്ടി പോകുന്ന കേൾക്കുന്നുണ്ട്, എന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്, അങ്ങനെ ഒരു 3 ശബ്ദം നോക്കുക. അതേപോലെ 2 സ്മെല്ല്, നമ്മളുടെ തന്നെ ബോഡിയുടെ സ്മെല്ല് നമുക്ക് കിട്ടും, അല്ലെങ്കിൽ ചിലപ്പോൾ അപ്പുറത്ത് കറി വരവിടുന്ന സ്മെല്ല് കിട്ടും. എന്തെങ്കിലും ഒരു സ്മെല്ല് നമുക്കൊന്ന് സ്മെല് ചെയ്യാൻ നോക്കുക. അപ്പൊ നമ്മൾ ഈ പൂക്കളൊക്കെ മടക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഒരു ഹഹാ മൊമെന്റ് ഉണ്ടാവില്ലേ, ആ ഒരു ഫീൽ തന്നെയാണ് നമുക്ക്, ഈ ഒരു സൂത്തിങ്നെസ് തന്നെയാണ് നമ്മൾ ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നത്. അതുപോലെ എന്തെങ്കിലും ഒരു ടേസ്റ്റ്, വീട്ടിൽ പോയിട്ട് ചിലർ ഭയങ്കര സ്ട്രെസ് വരുന്ന സമയത്ത് മിഠായി കുറെ തിന്നും, ചിലർ അച്ചാറ് തിന്നും, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അതുപോലെ എന്തെങ്കിലും ഒരു ടേസ്റ്റ്. അപ്പൊ 5 4 3 2 1 എന്നുള്ളത് ഇങ്ങനെ ആലോചിച്ച് ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുറെയൊക്കെ നമുക്ക് നമ്മളുടെ ആ തോട്ട് നമ്മളിങ്ങനെ
ഒരേ തോട്ട് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചതാണ് നമ്മളുടെ ആങ്സൈറ്റിക്ക് കാരണം നമുക്ക് മനസ്സിലാവണില്ല. നമ്മളിത് ചെയ്യുമ്പോൾ എന്താ, നമുക്ക് അത് മാറിയിട്ട് പല കാര്യങ്ങളോട് മൈൻഡ്ഫുള്ളി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ക്ലിയർ? Yeah. Okay. ഓക്കെ. ദെൻ കൊഗ്നിറ്റീവ് റീഫ്രെയിം, ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതായത് നമുക്ക് പുതിയതായ ഒരു രൂപത്തിൽ കാണാം. അതിന്റെ എക്സാമ്പിൾ പറയാണെന്ന് വിചാരിക്കാം. നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കുക? ദൈവമേ എനിക്കൊരു അപകടം വരുത്തല്ലേ. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരില്ലേ? ഉണ്ടോ? ദൈവമേ എനിക്കൊരു അപകടം വരുത്തരുത്. ഇനി ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളെ ബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഭയങ്കര അനുസരണമുള്ള കുട്ടിയാണ്. നമ്മൾ എന്ത് പറഞ്ഞാലും അത് അനുസരിക്കും. പക്ഷെ പറയേണ്ട രീതിയിൽ പറയണം എന്നുള്ളതാണ് അതിന്റെ കാര്യം. അതിന് അത്ര വലിയ ബുദ്ധിയൊന്നുമില്ല സത്യത്തിൽ. നമ്മൾ പറഞ്ഞു കൊടുക്കണതാണ് അതിന്റെ ബുദ്ധി. അപ്പൊ അതെന്താ വിചാരിക്ക, നമ്മളിങ്ങനെ പറയാണ് ദൈവമേ. അപ്പൊ നമ്മളുടെ മനസ്സിൽ എന്ത് വന്നു? നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ദൈവത്തിന്റെ മുഖം വന്നു അല്ലെ? ചിലപ്പോ കൃഷ്ണനാവാം, അല്ലെങ്കിൽ ഒരു സ്റ്റാച്ചു ആയിരിക്കാം, എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിൽ വന്നോ? Oh, okay. അതേപോലെ എനിക്ക് നിങ്ങളെ തന്നെ വന്നോ മുഖം? ഒന്ന് കണ്ണടച്ചിട്ട് ചെയ്ത് നോക്കൂ. എനിക്ക് വന്നോ? Yes. കണ്ണ് തുറന്നിട്ട് എങ്ങനെയാണ്? ഓക്കെ. അപകടം ഒന്നും, എന്തെങ്കിലും ഒരു അപകടം മനസ്സിൽ കണ്ടോ? അതെ. കണ്ടു. വരുത്ത ഇപ്പൊ ഒരു ആക്സിഡന്റ് ആണെങ്കിൽ വണ്ടി വന്ന് കേറിയതാ കിടക്കണു അല്ലേ? കണ്ടോ? ആ, കണ്ടു. വരുത്തല്ലേ? അല്ലേ എന്ന് പറയുമ്പോഴേക്കും എന്തെങ്കിലും സീന് കാണാണ്ടോ നിങ്ങക്ക്? ഒന്നും കാണാൻ കാണുമ്പോ കാണാനില്ല. കാണുമ്പോ ഒരു പേടി വരുന്നുണ്ട്. ആ, അപ്പൊ എന്താ നമ്മളെന്ത് പറഞ്ഞോണ്ട് കൊടുക്കണേ ബ്രെയിനിന്? നമുക്ക് അപകടം വരെ ബ്രെയിനിന് മനസ്സിലായിട്ടുള്ളൂ. ബ്രെയിനിന് നോകളൊന്നും സെൻസ് ചെയ്യാനുള്ള കഴിവില്ലാത്തതാ ബ്രെയിൻ. അപ്പൊ നമ്മൾ ഇത് പറയുമ്പോ എന്താ ബ്രെയിൻ വിചാരിക്കുന്നത്? ദൈവമേ എനിക്ക് അപകടം, എന്തോ ഈ കൊച്ചിന് അപകടം ആവശ്യമുണ്ട്, എന്നാ പിന്നെ അത് മാനിഫെസ്റ്റ് ചെയ്ത് കൊടുത്തേക്കാം എന്നുള്ള രീതിയിലാണ് ബ്രെയിനിന്റെ പിന്നുള്ള പരി. നമ്മൾ എന്ത് ചോദിച്ചാലും തരണേ, അങ്ങനത്തെ ഒരു മൈൻഡാ ബ്രെയിനിന്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അത് മാറ്റിയിട്ട് പോസിറ്റീവായിട്ട് പ്രാർത്ഥിക്കാൻ. ദൈവമേ എനിക്ക് എന്നെ സുരക്ഷിതരാക്കി എടുത്തു എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ, കണ്ണു തന്നെ ഞാനൊരു ഷെൽട്ടറിന്റെ ഉള്ളില് വന്നോ? ആർക്കെങ്കിലും അങ്ങനെ ഒരു ഫീലിംഗ്? അല്ലെങ്കിൽ നമ്മളുടെ ഒരു വീടിന്റെ ഉള്ളിൽ എവിടെയാണ് നമുക്ക് സേഫ്, ദൈവമേ എന്നെ സുരക്ഷിതമായിരുന്നു എന്ന് പറയുമ്പോൾ ഒരു സേഫ്റ്റി പ്ലേസ് എവിടെയെങ്കിലും നമ്മൾ വിഷ്വലൈസ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ അതാണ് കാര്യം. നമ്മൾ ഏത് രീതിയിൽ എടുക്കുന്നുള്ള. കൊച്ചു വന്നിട്ട് പറയാം അമ്മയ്ക്ക് പേടിയാവണു എന്ന് പറയുമ്പോ ഞാൻ പേടിക്കുന്നുണ്ട എന്ന് പറയണ എന്താ അതിന്റെ ബേസ് ഇല്ല. അപ്പൊ നമ്മൾ എന്താ പറയേണ്ടത്? നമ്മളുടെ അതോറിറ്റീസ് നല്ലതാണ്, നമുക്ക് വേണ്ടിയിട്ട് അവര് 24/7 എന്നുള്ള പോലെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വി ആർ സേഫ് അണ്ടിൽ നൗ. അപ്പൊ സോ വി ഷുഡ് താങ്ക് യു. അപ്പൊ നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് അവര് ചെയ്യുന്നത്. അപ്പൊ അതുപോലെ ദൈവമാണെങ്കിലും അല്ലെങ്കിൽ നമ്മളൊരു യൂണിവേഴ്സൽ പവറിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവര് അതിനോട് കൂടെ കുട്ടിയെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. അതിനോട് ഈ ഒരു മൊമെന്റ് വരയ്ക്കും നമുക്ക് താങ്ക് യു പറയാം. നമ്മൾ ഈ താങ്ക് യു പറയുന്ന സമയത്തെ എന്താ എഫക്റ്റ് എന്നറിയോ? ബ്രെയിന് ഒരു മീനിങ് കിട്ടുകയാണ്. അതായത് ഞാൻ ഒരു വർത്ത് ഡൂയിങ് ആണ്. ചിലർ പറയും എനിക്കൊരു വർത്ത്ലെസ്നെസ് ഫീലിംഗ് ആണ്, എന്ത് ചെയ്തിട്ടൊരു കാര്യത്തിൽ വരണില്ല എന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്ക് അക്കൗണ്ട് ബുക്ക് ഇല്ല. അപ്പൊ അക്കൗണ്ട് ബുക്ക് ഉള്ള കാര്യങ്ങളാണല്ലോ. അപ്പൊ നമുക്കൊരു അക്കൗണ്ട് ബുക്ക് ഉണ്ടാക്കുക. ഇപ്പൊ നിങ്ങൾക്കൊരു പ്രശ്നം വരുന്ന സമയത്ത് നമ്മൾ ആദ്യം എന്താ ആലോചിക്കുക? ഈശ്വരാ ഭഗവാനെ, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവമേ കാത്തോളണേ എന്ന് അങ്ങനെ വിചാരിക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു അടുത്തുള്ള ആൾക്കാരൊന്നും നമ്മളെ സഹായിക്കാനില്ല എന്ന് വരുമ്പോൾ നമ്മൾ എന്താ സ്പിരിച്വാലിറ്റിയിൽ അഭയം കാണുന്നു. നമുക്കൊരു സ്ട്രെങ്ത്, നമുക്ക് എന്താ പറയാ, നമുക്കൊരു അടിയുറച്ച് വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസം നമുക്കൊരു മുന്നോട്ട് പോകാനുള്ള ശക്തി തരികയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നമ്മളുടെ ബ്രെയിനിനെ വയർ ചെയ്ത് കൊടുക്കുകയാണ്. എന്ത്? ഐ എം എ മീനിങ് ഫുൾ പേഴ്സൺ, ഞാനൊരു വർത്ത് പേഴ്സൺ ആണ്, എനിക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു കാര്യം വേണം. അപ്പൊ നമ്മൾ അതിനെ ചെയ്യേണ്ടത് ഡെയിലി ഒരു ഗ്രാറ്റിറ്റ്യൂഡ് റിച്വൽ, അത് എഴുതാം. ആദ്യമായിട്ടൊക്കെ നമുക്ക് റെഗുലർ ആയിട്ട് ഒരു ശീലം വരുന്ന വരയ്ക്കും നമുക്കതൊരു എഴുതി പ്രാക്ടീസ് ചെയ്യാം. ഒരു ഡെയിലി ഒരു മോർണിംഗ് ഒരു 3 റിച്വൽസ്. ഞാൻ ആദ്യം തന്നെ എനിക്കൊന്നും ചെയ്യാനില്ലല്ലോ താങ്ക് യു എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഏറ്റവും ആദ്യം നമ്മൾ എണീറ്റല്ലോ, രാത്രി കിടന്നുറങ്ങിയപ്പോ അങ്ങനെ പോയിട്ടില്ലല്ലോ. അപ്പൊ എന്താ, നമ്മൾ എണീറ്റ തന്നെ ഭയങ്കര ബ്ലെസ്സിങ് ആണ്. സോ ഫസ്റ്റത്തെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് അത്. അപ്പൊ കുട്ടിക്ക് അത് എഴുതി പഠിക്കാം. അതുപോലെ 3 ഗ്രാറ്റിറ്റ്യൂഡ്സ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ആ ഒരു വാലിഡേഷൻ അവർക്ക് തന്നെ കൊടുക്കുകയാണ്. ഞാനൊരു വർത്ത് ആയിട്ടുള്ള ആളാണ് എന്നുള്ള രീതിയിൽ. അതുപോലെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ സഹായിക്കുക. പെറ്റ്സ് ഉണ്ടെങ്കിൽ അതിന്റെ ഡ്യൂട്ടീസ്, ചെടികൾ ഉണ്ടെങ്കിൽ നനയ്ക്കാൻ, അങ്ങനെ കുഞ്ഞു കുഞ്ഞു ഡ്യൂട്ടീസും അസൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ എന്താ വെച്ചാൽ അവർക്ക് ആ ഒരു അതിലേക്കുള്ള അവരുടെ ഡൈവേഷൻ പോസിറ്റീവ്ലി ഉണ്ടാവുകയാണ്. അതേസമയം അവർക്ക് ആ ഒരു വർത്ത് ഫീലിങ്ങും ഹെൽപ്ലെസ്നെസ്
കുറയുകയും ചെയ്യും. ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നുള്ളത് മാറി അവർക്ക് ചെയ്യാൻ ഡ്യൂട്ടീസ് ഉണ്ട്. ഇനി ഒരു ക്രൈസിസ് സിറ്റുവേഷനിലാണെങ്കിൽ നമ്മൾ എമർജൻസി പ്ലാൻസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് കുഞ്ഞിനെ ഉൾപ്പെടുത്താം. ഏജ് അപ്രോപ്രിയേറ്റ് ആണെങ്കിൽ, കുറച്ചും കൂടെ വലിയ കുട്ടിയാണ്, അവർക്ക് മനസ്സിലാവുന്നതാണെങ്കിൽ അത് പാക്ക് ചെയ്യാം. എന്നാൽ അതിൻ്റെ ഒപ്പം തന്നെ റിയഷ്യൂറും ചെയ്യണം. ഇത് ഞാൻ പാക്ക് ചെയ്തു എന്ന് വെച്ചിട്ട് നാളെ എന്തെങ്കിലും പറ്റുമെന്നല്ല, ഒന്ന് നിനക്കും ബാക്കിയുള്ളവരെ സഹായിക്കാം. അല്ലേ? നമ്മൾ സേഫ് ആയിട്ട് വേണം. നമ്മൾ എയർപ്ലെയിനിൽ പറയില്ല, ആദ്യം നമ്മൾ എമർജൻസി മാസ്ക് ഇട്ടതിന് ശേഷം വേണം അടുത്ത ആൾക്ക് ഇട്ട് കൊടുക്കാൻ. അപ്പൊ അതേപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു എമർജൻസി മാസ്ക് ആയിട്ട് നീ കരുതിയാൽ മതി എന്നുള്ള രീതിയിൽ കുട്ടിക്ക് അത് പ്രസന്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ പല രീതിയിൽ കുട്ടികൾക്ക് ഒരു മീനിങ് ഫുൾനെസ് വരുത്തി കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി LD ഉള്ള കുട്ടികൾക്ക് ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത്, പക്ഷെ അവരുടെ ഇന്റൻസിറ്റി വളരെ കൂടുതലാണ്. LD എന്ന് വെച്ചാൽ ലേണിംഗ് ഡിസോർഡർ എന്നുള്ള അറിയാമെന്ന് തോന്നുന്നു അല്ലെ ഒരുവിധ പേർക്കൊക്കെ. അപ്പൊ അവർക്ക് എന്ന് വെച്ചാല് ഫിയർ എന്നുള്ളത് മാത്രമല്ല അവിടെ, അവർക്ക് ഒരു ടോട്ടൽ ഒരു കോഗ്നേറ്റീവ് ലോഡാണ് കൂടുന്നത്. അവർക്ക് ആ ഒരു എന്താ പറയാ ഇന്റൻസിറ്റി, ന്യൂറോട്ടിപ്പിക്കൽ ആയിട്ടുള്ള കുട്ടികൾക്ക് എന്താണ് അതിന്റെ പ്രശ്നം എന്നുള്ളത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. പക്ഷെ ഈ കുഞ്ഞുങ്ങൾക്ക് ചില സമയങ്ങളിൽ അവർക്ക് അതുകൂടെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്താ കാര്യങ്ങൾ വളരെ ബ്രേക്ക് ഡൗൺ ചെയ്ത് പറഞ്ഞു കൊടുക്കാം. സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസുകളിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ടാസ്ക് അവരെ സംബന്ധിച്ച് റുട്ടീൻ ബ്രേക്ക് ആവുക എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ഡിസ്റ്റർബിങ് ആയിട്ടുള്ള കാര്യമാണ്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പറ്റുന്ന ഇത് ചില കുട്ടികളെ വിഷ്വൽ ക്യൂസ് ഒക്കെ വെച്ച് ട്രെയിൻ ചെയ്ത കുട്ടികളായിരിക്കും. എന്നിട്ട് അത് മാറി സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന കുട്ടികൾ ഇങ്ങനെ വല്ല ക്രൈസിസും വരുമ്പോൾ ഇതൊന്നും ചെയ്യാണ്ടാവും. അപ്പൊ ഇത്രയും പണിയെടുത്തിട്ട് ഞാൻ ഇവിടെ എത്തിച്ചിട്ട് പിന്നെ ഇനി വിഷ്വൽ ക്യൂ ചെയ്യണോ എന്നുള്ള രീതി മാറിയിട്ട് അവരും ഒരു ക്രൈസിസിലാണ് അന്ന് മനസ്സിലാക്കി അവർക്ക് ആ വിഷ്വൽ ക്യൂസ് ആണ് ഹെൽപ്പ് ചെയ്യുന്നതെങ്കിൽ അത് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. അങ്ങനെയുള്ള പിന്നെ അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ബോഡി റെഗുലേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ കുട്ടികൾക്കും ചെയ്യേണ്ടത്. നെക്സ്റ്റ് എന്താ വെച്ചാൽ ഒരു ക്രൈസിസിൽ ഒരു എമർജൻസി പ്ലാൻ കുട്ടികൾക്കും പാരന്റ്സിന്റെ കയ്യിൽ ഉണ്ടായിരിക്കണം. എവിടാണ് സേഫ്റ്റി ഹൈഡിങ് പോയിന്റ്സ്, എവിടാണ് ഒരു സേഫ്റ്റി മീറ്റിംഗ്, എന്താണ് എമർജൻസി നമ്പേഴ്സ്, കോണ്ടാക്ട്സ് ആരുടെ, ഇവിടെ നാട്ടിലും UAE-യിലുമുള്ള ആൾക്കാർ അല്ലെങ്കിൽ പുറത്തെ എബ്രോഡുള്ള ആൾക്കാരുടെ ആണെങ്കിൽ നാട്ടിലുള്ളവരുടെ ഒരു എമർജൻസി കോണ്ടാക്ട്, അതൊരു ഫോണിലോ പേപ്പറിലോ കുട്ടികളുടെ കയ്യിൽ വേണം. അതുപോലെ എമർജൻസി ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് എന്തൊക്കെ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് കുട്ടികൾക്ക് ഒരു പ്രിപ്പയർഡ്നെസ് കൊടുക്കണം നമുക്ക് എപ്പോഴും. എന്ന് വിചാരിച്ച് നാളെ നമുക്ക് എന്തെങ്കിലും വരും എന്നുള്ളതല്ല, പക്ഷെ അതിലും കൂടെ അവരെ ഉൾപ്പെടുത്തണം. അപ്പൊ ഇൻ കേസ് ഒരു അൺഎക്സ്പെക്റ്റഡ്ലി നമുക്കൊരു ക്രൈസിസ് വരുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലതാണ് പ്രിപ്പയർഡ് ആയ സിറ്റുവേഷനിൽ നമ്മളത് ഫേസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പ്രിപ്പയർഡ്നെസ് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം എന്നുള്ളതാണ്. ഇപ്പൊ കുറച്ച് ഇപ്പൊ നമ്മൾ ആദ്യം പറയുമ്പോൾ കുട്ടികൾ ചിലപ്പോൾ കേട്ടില്ല എന്ന് ചോദിക്കും, അല്ലെങ്കിൽ അമ്മയ്ക്ക് വട്ടാണെന്നൊക്കെ പറയും, അല്ലെങ്കിൽ പക്ഷെ വെൻ ഇറ്റ് കംസ് ടു എ കാഷ്വൽ ടോക്സ് ദേ വിൽ ടേക്ക് ഇറ്റ് ലൈറ്റർ, കുറച്ചും കൂടെ ലൈറ്റർ ആയിട്ട്. അവർക്ക് ഒരു ക്രൈസിസ് വരുന്ന സമയത്ത് എന്താണ് പ്ലാൻ എന്ന് അറിയാത്തൊരു ബുദ്ധിമുട്ടില്ല. അവർക്ക് കുറച്ചെങ്കിലും അറിയാം ഇന്ന കാര്യമാണ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ അത്രയും നമ്മൾ അവരുടെ കാര്യങ്ങൾ ഈസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി UAE സംബന്ധിക്കുകയാണെങ്കിൽ നമുക്ക് മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിനെ ഒരുവിധം എല്ലാ കൺട്രീസിനും ഇങ്ങനെ ഉണ്ട്. ഫ്രീ ആയിട്ടുള്ള മെന്റൽ ഹെൽത്ത് ഹെൽപ്പ് ലൈൻസ് ഉണ്ട്. അത് 24/7 നമുക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. ഇതുപോലെ കേരളത്തിലും ഉണ്ട് ദിശ, അതുപോലെ കേൾക്കാം, അങ്ങനെയുള്ള പല ഫ്രീ, ഇപ്പൊ വിമ്പിളിൽ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. അതുപോലെ നമുക്ക് വാലിഡ് ആയിട്ടുള്ള ഹെൽപ്പ് സീക്ക് ചെയ്യാവുന്നതാണ്. പ്രൊഫഷണൽ ഹെൽപ്പാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. ഇനിയിപ്പോൾ ഇതിന് ഒരു ക്രൈസിസ് ഒന്നുമില്ല, നമുക്ക് സംസാരിക്കാൻ ഭയങ്കര ആങ്ഷ്യസ് ആയിട്ട് അല്ലെങ്കിൽ വല്ലാതെ ബുദ്ധിമുട്ടാവുന്ന ഒരു സിറ്റുവേഷൻ എനിക്കുണ്ട് എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഈ നമ്പേഴ്സിലൊക്കെ റീച്ച് ഔട്ട് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പൊ ക്രൈസിസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഭാഷയിൽ ഇപ്പൊ എന്താ പറഞ്ഞു വെച്ചാല് നമ്മളെ കുഞ്ഞിന് നമുക്ക് ഒരു പെർഫെക്റ്റ് പാരന്റിന് ആവശ്യമില്ല. സത്യത്തിൽ അവർക്ക് ആവശ്യമുള്ളത് അവർക്ക് റിയഷുറൻസ് കൊടുക്കുന്ന, അവർക്കൊരു വാം ഹഗ് കിട്ടുന്ന, ഒരു കാം വോയിസിൽ ഒരു സ്ട്രക്ചേർഡ് ഡേയിൽ നമ്മൾ കൊടുക്കുന്ന ഒരു വാം ഹഗ്, അതൊക്കെയാണ് അവർക്ക് ഈ ഫിയറിനേക്കാളും സ്ട്രോങ്ങർ ആയിട്ട് ഫീൽ ചെയ്യുന്നത്. സോ നമ്മളൊന്ന് കണ്ണടച്ചിരുന്നിട്ട് ആലോചിച്ച് നോക്കുക, വാട്ട് ദ ക്രൈസിസ് ഈസ്. നമുക്ക് നമ്മളുടെ കുഞ്ഞിനെ എന്താണ് ഞാൻ കൊടുക്കേണ്ടത്? ഒരു ഇമോഷണലി ഇൻസ്റ്റേബിൾ ആയിട്ടുള്ള ഹൗസ് ആണോ വേണ്ടത്, അതോ ഒരു വെൽ കാം ആൻഡ് സേഫ്റ്റി പ്ലേസ് ആണോ കൊടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ആദ്യം ഒന്ന് കണ്ണടച്ചിരുന്നിട്ട് ഒന്ന് ആലോചിച്ച് നോക്കുക. എപ്പോഴും നമ്മൾ പ്രിഫർ ചെയ്യുന്നത് എന്തായിരിക്കും? നമുക്ക് പുറത്തുള്ള കാര്യങ്ങളൊന്നും തടയാൻ പറ്റില്ല, പക്ഷെ നമുക്ക് തടയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? നമ്മളുടെ വീട്ടിലത്തെയും നമ്മളുടെ ഉള്ളിലത്തെയും
ഇമോഷണൽ എൻവയോൺമെന്റിനെ അതിനെ നമുക്ക് സ്റ്റേബിൾ ആയിട്ട് വെക്കാം. കാറ്റും കോളും ഇല്ലാണ്ട് സ്റ്റേബിൾ ആയിട്ട് വെക്കാനായിട്ട് ശ്രമിക്കാം. അതിനിങ്ങനെ കുറച്ച് പൊടിക്കൈകളൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ താങ്ക് യു എവ്രി വൺ. ഓക്കെ ആണോ എല്ലാവർക്കും? എന്തെങ്കിലും? ഓക്കെയാണ്. നന്നായിരുന്നു കേട്ടോ മാം. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു മാം. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? സോറി കേട്ടോ, ഞാൻ ആദ്യമായിട്ടാണ് വെബിനാർ ആയിട്ട് എടുക്കുന്നത്. ക്ലാസ്സസ് ഒക്കെ എടുക്കാറുണ്ടെന്നുണ്ടെങ്കിലും ഫസ്റ്റത്തെ വെബിനാറാണ്. അപ്പൊ സൂമിൽ എനിക്ക് അറിയില്ല എന്തുകൊണ്ടാണ് ആദ്യത്തെ ഡിസ്റ്റർബൻസസ് വന്നതെന്ന്. എനിവേ താങ്ക് യു സോ മച്ച്. എല്ലാവരും പേഷ്യൻ്റ്ലി കോപ്പറേറ്റ് ചെയ്തിരുന്നു. നല്ല സെഷൻ ആയിരുന്നു. നല്ലൊരു എന്താ പറയുക, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. അപ്പം ആങ്സൈറ്റിയും ഈ ലേണിംഗ് ഡിസബിലിറ്റി ആയിട്ടുള്ള കുട്ടികളും എങ്ങനെയാണ് അത് ഡീൽ ചെയ്യുന്നതെന്ന് വളരെ ഭംഗിയായിട്ട് പറഞ്ഞു തന്നു. നല്ലൊരു സെഷനായിരുന്നു. നമ്മളൊന്നും ചിന്തിക്കാത്തൊരു കാര്യമായിരുന്നു ഈ ഒരു ഏരിയ. അങ്ങനെ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളിൽ ഒരു ആങ്സൈറ്റി, അത് അവർക്കുണ്ടാക്കുന്ന ഒരു ഇഷ്യൂ, അതൊക്കെ ഞാനൊന്നും അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ഇഷ്യൂ അവർക്കുണ്ടാകുന്നു. വളരെ ഭംഗിയായിട്ട് അത് പറഞ്ഞു തന്നു. നല്ലൊരു ക്ലാസ് ആയിരുന്നു. അത് പിന്നെ ഇപ്പോൾ ഈ കറണ്ട് ഇഷ്യൂസായിട്ട് വളരെ എന്താ റിലേറ്റ് ചെയ്യുന്നൊരു ക്ലാസ് കൂടിയാണ് കേട്ടോ. നന്നായിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. അതെ, ആദ്യമായിട്ട് എടുക്കുന്നതാണ് തോന്നിയല്ലോ. നല്ല എക്സ്പെർട്ടിന്റെ കൂട്ടുണ്ടായിരുന്നു കേട്ടോ. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. നല്ല ക്ലാസ് ആയിരുന്നു. ഓക്കെ മാം. നിസി മാം, റെലവൻറ്റ് ടോപ്പിക് ആയിരുന്നു. എല്ലാവരും പറഞ്ഞ പോലെ തന്നെ നല്ല റിലേറ്റിംഗ് ആയിട്ട് ഇപ്പോഴത്തെ ആ ഒരു ഇത് കണക്ട് ചെയ്തിട്ട് പറഞ്ഞപ്പോൾ നന്നായിട്ട് തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് ആ ടെക്നിക്കൽ ഇഷ്യൂ, അത് നമ്മളുടെ ആരെയും കുഴപ്പമില്ല, അതതിനെ അങ്ങനെ വിടാം. ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു, നന്നായിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാ, ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ ഇപ്പൊ ഈ പറഞ്ഞില്ലേ കുട്ടികളുടെ കാര്യം, അത് ഞാനൊരു ഇതും കൂടെ കാണിച്ചു തന്നേക്കാവേ. ഇപ്പൊ ഇത് കാണുന്നുണ്ടോ സ്ക്രീനിൽ? ഓക്കെ, കാണുന്നുണ്ട്. ഉണ്ട്. ഇതിപ്പോ പല കുട്ടികൾക്കും എങ്ങനെയാണ് അത് ഫീൽ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ നമുക്ക് AI ഇതൊക്കെ ഉള്ളത് കൊണ്ട് ഇങ്ങനത്തെ വിഷ്വൽസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമാണ്. അതല്ലെങ്കിലും ഇങ്ങനത്തെ ഫ്രീ ആയിട്ടും അവൈലബിൾ ആണ്. അപ്പൊ അവരുടെ ഫീലിങ്സ് എന്താന്നുള്ളത് നമുക്ക് ഇതുപോലെ പിക്ചറൈസ് ചെയ്ത് സംസാരിക്കാൻ ഒക്കെ ഹെൽപ്പ് ചെയ്യാവുന്നതാണ്. അതിപ്പോ കൈകൊണ്ട് വരച്ചിട്ടാണെങ്കിലും നമുക്ക് ഇതിങ്ങനെ ഉണ്ടാക്കി അവർക്ക് ആ ഫീലിങ്സ് അവരോട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. മനസ്സിലായല്ലോ? അപ്പൊ വിഷ്വലി അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഇതുപോലുള്ള എയ്ഡ്സ് ഒക്കെ ഈ യൂസ് ചെയ്യുകയാണെങ്കിൽ അവർക്കും പുതിയ സിറ്റുവേഷൻസ്, ഇപ്പൊ ഷെൽട്ടറിങ് എന്താണ് അല്ലെങ്കിൽ റിമോട്ട് ലേണിംഗ് എന്താണെന്നുള്ളതൊക്കെ കൺവേ ചെയ്യാന്ന് പറഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം അവരുടെ റുട്ടീനുമായിട്ട് മാറുകയാണല്ലോ. അപ്പൊ അതിനുകൊണ്ട് അവർ ഓക്കെ ആണെന്നുള്ളത് ഈ പിക്ചോറിയലി റെപ്രസെന്റ് ചെയ്യുമ്പോൾ പല കുട്ടികൾക്കും കൂടുതലായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഞാനതൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു മാം. എവ്രി വൺ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇനി ആർക്കെങ്കിലും ഫീഡ്ബാക്ക് അറിയിക്കാനുണ്ടെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഗ്രൂപ്പിൽ നമുക്കത് ഷെയർ ചെയ്യാം. എന്തായാലും ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യാൻ വന്നിട്ടുള്ള എല്ലാവരെയും താങ്ക് യു. പിന്നെ നമുക്ക് ക്ലാസ് എടുത്തു തന്നിട്ടുള്ള നിസി മാം, സ്പെഷ്യൽ താങ്ക്സ്. താങ്ക് യു. അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു എവ്രി വൺ. ഓക്കെ, വൈൻഡ് അപ്പ് ചെയ്യാം.